ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ഭഗവത്ഗീത ഓവർവ്യൂ എന്ന ഗീതാ രഹസ്യം എന്ന സെഷന്റെ 16ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നമ്മൾ ഇന്ന് 16ാമത്തെ സെഷനാണ്. എല്ലാവരും സക്സസ്ഫുള്ളി 16 ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മളുടെ ഗീതാ രഹസ്യം എന്ന ഭഗവത്ഗീതയുടെ ഓവർവ്യൂവിന്റെ 16ാമത്തെ സെഷനിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 16ാമത്തെ അധ്യായമാണ്. ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞാൽ ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഈ സെഷൻ ഉള്ളത്, 17ഉം 18ഉം. അങ്ങനെ നമ്മളുടെ ഈ സെഷന്റെ അവസാന ലാപ്പിലേക്ക് നമ്മൾ എൻട്രി ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭഗവത്ഗീതയെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഐഡിയ അല്ലെങ്കിൽ ചെറിയതായിട്ടൊരു അവലോകനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ കൂടി നിങ്ങളെല്ലാവരും ഈ എടുത്ത ഒരു എഫേർട്ടിനെ ഞാൻ ഒരിക്കൽ കൂടി ഹൃദയംഗമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ ഒരു പടവ് തന്നെയാണ് ഈ ഒരു കാര്യം. ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ ഒരു മഹത് ഗ്രന്ഥത്തിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്.
അതിന്റെ പ്രാധാന്യം ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സെഷനുകളിൽ കൂടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭഗവത്ഗീത മനസ്സിലാക്കുന്നതിന് മുൻപ് ഉള്ള ജീവിതവും ഇതിന് ശേഷമുള്ള ജീവിതവും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തികച്ചും വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അധ്യായം എന്ന് പറയുന്നത് ദേവാസുര ഭാവങ്ങൾ എന്ന് പറയുന്ന അധ്യായമാണ്. ഇതിലൊരു പക്ഷേ നമ്മളിൽ പലരെയും നമ്മൾക്ക് ഈ അധ്യായത്തിൽ കൂടി കാണാൻ സാധിക്കും. നമ്മൾക്കിതിൽ ഏതൊക്കെ സ്വഭാവങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് സ്വയം അവലോകനം ചെയ്യാനും എന്ത് സ്വഭാവം നമ്മൾ കൈവരിക്കണം എന്ന് നമുക്കൊരു ചിന്ത വളർത്താനും ഈ സൊസൈറ്റിയിലുള്ള പല വ്യക്തിത്വങ്ങളെയും നമുക്ക് കാണാനും ഇതിൽ കൂടി നമുക്ക് സാധിക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മളുടെ അധ്യായം. തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ അധ്യായത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വിവരണം അല്ലെങ്കിൽ ഒരു ചെറിയ റീക്യാപ്പ് നൽകുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആരെങ്കിലും മുൻപോട്ട് വന്ന് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ആരെങ്കിലും മുൻപോട്ട് വന്നാട്ട്. ഹരേ കൃഷ്ണ. ഇപ്പോൾ 16 ദിവസങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണ്. ഇപ്പോഴും ആ ഒരു മടി മാറിയിട്ടില്ല അല്ലേ? ആരെങ്കിലും മുൻപോട്ട് വന്നാട്ടെ പെട്ടെന്ന്. ഹരേ കൃഷ്ണ. സിനി മാതാജി, പുഷ്പ മാതാജി, നിങ്ങളൊക്കെ സ്ഥിരം പറയുന്ന ആൾക്കാരാണ്. ഹരേ കൃഷ്ണ. എന്ത് പറ്റി എല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട് പ്രഭുജി. പിന്നെന്ത് പറ്റി എല്ലാവരും മിണ്ടാതിരിക്കുന്നേ? ഹരേ കൃഷ്ണ. ഓക്കെ, എന്നാൽ എക്സിസ്റ്റിംഗ് ഡിവോട്ടീസ് ആരെങ്കിലും മുമ്പോട്ട് വന്നാട്ടെ. പുതുതായിട്ട് വന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഡിവോട്ടീസ് മുമ്പോട്ട് വന്നാട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അറിയാവുന്നത് പറയാൻ പ്രഭുജി. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ഹോം എന്നാണ് ഇന്നലെ നമ്മളെ പഠിപ്പിച്ചത് പുരുഷോത്തമ യോഗത്തില്. അതിൽ എച്ച് ഹോം ഓർ ഹോട്ടൽ, പിന്നെ ഓൺ ആൻഡ് ഓൺ, ഓവർ ആൻഡ് ഓവർ എന്ന ഗെയിം, എമ്മും മെയിൻ്റനർ ഓഫ് ബോഡി, ഈ എസൻസ് ഇൻ 3 വേഴ്സസ്. അതിൽ ഹോം എന്ന് പറയുമ്പം ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഇവിടെ എല്ലാറ്റിനും നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതായത് പാവഫലമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ ആധ്യാത്മിക ലോകമാണ് നമ്മളുടെ ഹോം എന്ന് പറയുന്നത്. ആധ്യാത്മിക ധാമത്തിലെത്തുക എന്നുള്ളത് നമ്മളുടെ ഹോം. ഹരേ കൃഷ്ണ. പിന്നെ ഭൗതിക ലോകത്തിൽ കൂടുതൽ സഫറിങ്സ് ആണ്. ആധ്യാത്മിക ലോകത്തിന്റെ നേർ വിപരീതമാണ് ഭൗതിക ലോകത്തില്. എവിടെ ചെന്നാലും നമുക്ക് തിരിച്ചു വരികയില്ലയോ അവിടേക്ക് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. രണ്ടാമത്തെ ഓൺ ആൻഡ് ഓൺ. അതില് മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്തതിനെ കുറിച്ച് പ്രഭു എല്ലാം എനിക്ക് അറിയില്ല പ്രഭു കൃഷ്ണ. പിന്നെ മെയിൻ്റെനർ ഓഫ് ദ ബോഡി, അതില് ഞാൻ എഴുതിയിരിക്കുന്ന 4 വിധത്തിലുള്ള ആഹാര ദ്രവ്യങ്ങൾ ദ്രവ്യങ്ങളുണ്ടെന്നുള്ളതും കഴിക്കുന്നത്, ചവച്ച് കഴിക്കുന്നത്, നക്കി കഴിക്കുന്നത്, കുടിക്കുന്നത് എന്നൊക്കെയുള്ള. പിന്നെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ വാഴുന്നുണ്ട്. സ്മരണയും ജ്ഞാനവും അറിവും എല്ലാം എന്നിൽ നിന്നുളവാകുന്നതാണെന്ന് ഭഗവാൻ പറയുന്നത്. പിന്നെ എസൻസ് ഇൻ 3 വേഴ്സസ്, പുരുഷന്മാർ 2 തരം, തെറ്റ് പറ്റാത്തവരും തെറ്റ് പറ്റുന്നവരും.
ജീവാത്മാക്കൾക്ക് തെറ്റ് പറ്റാം. എന്നാൽ ആ തെറ്റ് തിരുത്തി ആധ്യാത്മിക ലോകത്തിലെത്താൻ പറ്റും നമുക്ക്. ഈ രണ്ട് തരത്തിലുള്ള പുരുഷന്മാർക്ക് മുകളിൽ ഭഗവാനാണെന്ന് ഇത്രയും ഞാൻ എഴുതി വെച്ചിട്ടുള്ള പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. അപ്പോ ഇപ്പം രുക്മിണി മാതാജി പറഞ്ഞപ്പോൾ തന്നെ ഒരു പക്ഷേ ഇത് പറയാനായിട്ട് മുമ്പോട്ട് വരാഞ്ഞത് ഉണ്ടായിരുന്ന ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അത് ഈ അധ്യായത്തെ മനസ്സിലാക്കാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും പല ആൾക്കാരും മുൻപോട്ട് വരാഞ്ഞത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ഹോം എന്ന് പറയുന്ന ആ ഒരു പദമാണ്, അല്ലെങ്കിൽ അക്രോണിമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. നമ്മളുടെ യഥാർത്ഥ വീട്ടിലേക്ക് നമ്മൾ പോകുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ. അപ്പോൾ നമ്മളതിനെ ആ ഒരു അധ്യായം എന്ന് പറയുന്നത് പുരുഷോത്തമ യോഗം എന്ന് പറയുന്ന ആ ഒരു അധ്യായത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഇത് 15ാമത്തെ അധ്യായമാണ്. ഭഗവാന്റെ ധാമിലേക്ക് നമ്മൾ തിരിച്ചു പോവുക. ഇപ്പോൾ ഹോം ഓർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ താമസിക്കുന്നത് ഹോട്ടലിലാണ്. നമ്മൾ ടെമ്പററി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഹോട്ടൽ മുറിയിൽ പോയി താമസിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അവിടെ ഹോട്ടലിൽ പോയി താമസിക്കുന്നു. ആ ഹോട്ടലിൽ പോയി താമസിക്കുമ്പോൾ നമ്മളവിടെ പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരുന്നു. ആ പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കർമ്മത്തിന്റെ ഫലങ്ങളാണ്. അപ്പൊ നമ്മുടെ ഈ ടെമ്പററി ആയ സ്ഥലം വിട്ടിട്ട് നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. അത് നമ്മൾ പല എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞു. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണെങ്കിലോ, അല്ലെങ്കിൽ ഗൾഫിൽ താമസിക്കുന്ന ജോലിക്കായിട്ട് ആവശ്യങ്ങൾക്ക് പോകുന്നവരാണെങ്കിലോ, നമ്മൾ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് പോയി നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കുന്നവരാണെങ്കിലോ, സോ അങ്ങനെ പല എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എത്രയും പെട്ടെന്ന് ചെന്ന് ചേരുക എന്നുള്ളതാണ്. സോ അതേ ലക്ഷ്യമായിരിക്കണം നമുക്കിപ്പോഴും നമ്മുടെ ഈ മനുഷ്യ ശരീരം ലഭിച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് നമ്മൾ പോകാൻ ആയിട്ടുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഹോം അതുപോലെ ഹോട്ടൽ ഈ രണ്ടിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ഒരു അപ്സൈഡ് ഡൗൺ, അല്ലെങ്കിൽ തല കീഴായി നിൽക്കുന്ന ഒരു വൃക്ഷത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ വൃക്ഷത്തിനിടയിൽ കാണുന്ന ആ ഒരു നദി, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളാകുന്ന നദിയാണ്. ആ ആഗ്രഹങ്ങളാണ് നമ്മളെ പിടിച്ച് താഴേക്ക് കൊണ്ടുവരുന്നതും അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ പിന്നീട് എന്താണ് ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ നമുക്ക് ചെയ്തു തരുന്ന മെയിൻ്റനൻസ്, പലതരത്തിലുള്ള കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എന്തെല്ലാം കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആഹാരങ്ങൾ, പദാർത്ഥങ്ങൾ, ഈ പ്ലാനറ്ററി സിസ്റ്റംസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ എനർജി ആയിട്ട് മാറ്റാനുള്ള ഫെസിലിറ്റി, അതിനെ ദഹിപ്പിക്കാനായിട്ടുള്ള ഭഗവാൻ ജഠരാഗ്നിയായിട്ട് ഭഗവാൻ നിൽക്കുന്നു. സോ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. പിന്നീട് അവസാനം ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും, അപ്പൊ ആ സമയത്ത് ഭഗവാന്റെ ധാമവും നമ്മളെ ധാമവും നമ്മൾ താമസിക്കുന്ന ഈ പ്രപഞ്ചവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ ഇങ്ങനെ കുറെ പോയിന്റുകളാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അതാണ് 15ാമത്തെ അധ്യായം. സോ അങ്ങനെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ എന്തിനാണ് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യം, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് ഈ പറഞ്ഞ അധ്യായത്തിൽ, ഇനി വരാൻ പോകുന്ന അധ്യായം എന്ന് പറയുന്ന ദേവാസുര ഭാവങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു അധ്യായത്തിൽ കൂടി യഥാർത്ഥത്തില് ആരാണ് ദേവന്മാര്, ആരാണ് അസുരന്മാര്, ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവ വിശേഷങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ദുസ്വഭാവത്തിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ത് പാടില്ല എന്നും അതുപോലെ എന്താണ് നമ്മൾ നേടേണ്ടത് എന്നുള്ള അറിവാണ് നമുക്ക് ലഭിക്കാനുള്ളത്. ഈ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് 24 ശ്ലോകങ്ങൾ മാത്രമുള്ള ഒരു അധ്യായമാണിത്. സോ ഇതിൽ ഇത് മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്നത് 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങളിൽ ദൈവി സമ്പദ, അല്ലെങ്കിൽ ദേവന്മാരുടെ, അല്ലെങ്കിൽ എന്താണ് ദേവതമാരുടെ ഗുണങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നു. 4 മുതൽ 8 വരെയുള്ള ഇതിനകത്തില് എന്താണ് ആസുരികമായ സ്വഭാവങ്ങൾ എന്നുള്ളതും, 10 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആസുരിക സ്വഭാവമുള്ള വ്യക്തികളുടെ പ്രവൃത്തികൾ
അതിന്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഫലം ഉണ്ടാകുന്ന എന്ത് ഫലമാണ് ഉണ്ടാകുന്നത്, അവർ അങ്ങനെയുള്ള വ്യക്തികളുടെ എന്ത് ടെൻഡൻസിയാണ്, അവരെങ്ങനെയാണ് അവരെങ്ങനെയാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ത്, അവരെങ്ങനെ പ്രവൃത്തികൾ ചെയ്യുന്നു, സോ അവരുടെ അവസാനം അവർ ചെന്ന് എത്തുന്ന ഭാഗം ഏത് ഭാവത്തിൽ ചെന്ന് പതിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് 10 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ. 20 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളിൽ എല്ലാ അധ്യായങ്ങളിലും ഓരോ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു തന്നിട്ട് ഇന്ന മോശ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം അതിനെ എങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് ഭഗവാൻ ഓരോ അധ്യായങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ആസുരിക സ്വഭാവത്തിൽ നിന്ന് മറികടക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നു. അത് ശാസ്ത്രത്തിന്റെ സംരക്ഷണത്തിൽ കൂടി അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പാലിക്കുന്നതിലൂടെ, ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ അധ്യായത്തിൽ കൂടി നമ്മൾ പഠിക്കാനുള്ളത്. സോ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു ആസുരിക സ്വഭാവം, അത് തീർച്ചയായിട്ടും ഒരു മൃഗീയമായ കാര്യമായതുകൊണ്ട് ഇന്നൊരു പ്രത്യേക വാക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓർക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അതാണ് ഡോഗ്. DOG. നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനിൽ പ്രാപിക്കാനായിട്ട്, ഭഗവാനെ GODയിലേക്ക് പ്രാപിക്കാനായിട്ട് പോകുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ആസുരിക സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് DOG ആരാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. D ഫോർ ഡിവൈൻ ഓർ ഡെമോണിയ. ഒരു നെഗറ്റീവ് വേർഡ് ആണ് എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൗതിക പ്രപഞ്ചത്തിലുള്ള ദുരാചാരങ്ങളും അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളുമാണ് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാരണം ഇവിടെയെല്ലാം സുഖകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് എങ്കിൽ നമ്മൾ ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയില്ല. അപ്പൊ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ തന്നെ കംപ്ലീറ്റ് ഭഗവാൻ തന്നെ പറഞ്ഞത് ഇത് ദുഃഖാലയം, അശാശ്വതമാണ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ഇതിനെ സൃഷ്ടിക്കാൻ കാരണം തന്നെ നമ്മളുടെ പെർമനന്റ് ആയിട്ടുള്ളൊരു ആഗ്രഹം, ഇവിടെ താമസിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ്. സോ അതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് വേർഡ് ആണ് എന്ന് ധരിക്കരുത്. നമുക്കിത് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഡിവൈൻ ഓർ ഡെമോണിയ, അതാണ് 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ 16ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ദൈവീക ഗുണം, എന്താണ് ആസുരിക ഗുണം, ആരാണ് ദേവൻ, ആരാണ് അസുരൻ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ പഠിക്കുന്നു. ഒപ്പീനിയൻസ് ആൻഡ് ഔട്ട്ലുക്സ് ഓഫ് ഡെമൺസ്. അത് 7 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ ഒരു അസുരന്റെ സ്വഭാവം, അസുരന്റെ പ്രവൃത്തികൾ, ആസുരിക വൃത്തികൾ, എങ്ങനെയാണ് അപ്പിയറൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കണ്ടക്ട്സ്, അങ്ങനെയുള്ള വിവരണങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ 2 ഭാഗങ്ങൾ, ഡിവൈൻ ഓർ ഡെമോണിയാക്കും ഒപ്പീനിയൻസ് ആൻഡ് ഔട്ട്ലുക്സ് ഓഫ് ഡെമൺസ് എന്ന് പറയുന്ന ഈ 2 ഭാഗങ്ങൾ, DO എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ യഥാർത്ഥത്തിൽ ദേവനാണോ അസുരനാണോ. ശ്രീമദ് ഭാഗവത്തില് 12ാമത്തെ സ്കന്ധത്തിൽ ഭഗവാൻ പറയുന്ന വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. എന്റെ ഒരു ഭക്തന്, ഭഗവത് ഭക്തനാകാൻ ശ്രമിക്കുന്ന ഒരുവന് എല്ലാ ദേവീദേവന്മാരുടെയും ഗുണം സ്വായത്തമാകുന്നു എന്ന് ഭഗവാൻ കൺഫേം ചെയ്യുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് ഏത് ഭാവമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ 2 കൊമ്പുണ്ടാകണോ, അങ്ങനെ 2 കൊമ്പുള്ളവരെ മാത്രമാണോ അസുരൻ എന്ന് പറയുന്നത്, ഞാൻ എന്തായാലും ഒരു അസുരനല്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ യഥാർത്ഥത്തിൽ ദേവനാണോ അസുരനാണോ. കാരണം നമ്മൾ സ്വയം ആരാണ് എന്ന് മനസ്സിലാകാതെ, അല്ലെങ്കിൽ സ്വയം നമ്മുടെ പൊസിഷൻ ഏതാണെന്ന് മനസ്സിലാകാതെ നമുക്കൊരു ഉന്നതി അല്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മളുടെ പൊസിഷനാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. കാരണം
ഒരു കുട്ടി എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം എന്നൊരു തോന്നലാണ് ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനായി ആദ്യം ആ കുട്ടി സ്വയം തന്നെ ഒരു പരീക്ഷണം സ്വയം നടത്തേണ്ടതുണ്ട്. യഥാർത്ഥ പരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുൻപ് സ്വയം ഒരു പരീക്ഷണം നടത്തണം. ഒരു 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 വിഷയമെടുത്ത് ആ വിഷയത്തിൽ എത്ര അധ്യായമുണ്ട്, ആ ഓരോ അധ്യായത്തിലും മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ ഏത്, അങ്ങനെ പലതായിട്ട് തരംതിരിച്ച് ഓരോ ഭാഗം സ്വയം ടെസ്റ്റ് എഴുതി ചെക്ക് ചെയ്യുക. യെസ്, ഐ എം ഓക്കെ ഇൻ ദിസ്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യുക, ഇതിൽ ഏറ്റവും എളുപ്പമുള്ള ഏത്, ഏറ്റവും പ്രയാസമുള്ളത് ഏത്. എളുപ്പമുള്ള ഒരു വിഷയം, ആ ഒരു ലിസ്റ്റ് എടുത്തതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്ത് യെസ്, ഐ ആം ഡൺ വിത്ത് ദിസ്. അല്ലെങ്കിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്തെടുക്കുമ്പോൾ യെസ്, ഞാൻ ഇന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്, എനിക്ക് ഇത്ര ദിവസം കൂടെ എക്സാമിനുണ്ട്, സോ ഐ ഹാവ് ടു പ്രിപ്പയർ ഇൻ ദിസ് വേ, എങ്കിലേ എനിക്കിത് നല്ല സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന മെന്റാലിറ്റിയോടുകൂടി പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മുകളിലേക്ക് പോകാൻ സാധിക്കൂ, അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് ഫൈനൽ എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏത് സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്യണം. ശ്രീമദ് ഭാഗവത്തില് 3-ാമത്തെ സ്കന്ധത്തില് ബ്രഹ്മാവിന്റെ പ്രേയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ ബ്രഹ്മദേവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് അനാലിസിസ്, അല്ലെങ്കിൽ ആത്മപരിശോധന. ആത്മപരിശോധന എന്ന് പറയുന്നത് ഏത് കാര്യത്തിലും വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ആധ്യാത്മികപരമായ കാര്യത്തിൽ. അപ്പൊ ആധ്യാത്മികപരമായ കാര്യത്തില് ആത്മപരിശോധന എന്ന് പറയുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ 3-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു. അപ്പൊ ആ ആത്മപരിശോധനയാണ് നമ്മളിവിടെ നടത്തുന്നത്. ആ ആത്മപരിശോധന എന്ന് പറയുമ്പോൾ എന്താണ്? എന്റെ ക്വാളിറ്റി എന്താണ്, എന്റെ ക്വാളിറ്റി എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ കൂടി എല്ലാം നമ്മൾ പോയെങ്കിൽ മാത്രമേ നമ്മളുടെ ക്വാളിറ്റി എന്ത്, അല്ലെങ്കിൽ ചീത്ത ക്വാളിറ്റി എന്ത്, നല്ല ക്വാളിറ്റി എന്ത് എന്ന ആ കോമൺ പെർസെപ്ഷനില്, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും നമ്മളുടെ യഥാർത്ഥ പൊസിഷനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ നമുക്ക് ഈ ഒരു ഭാഗത്തെ കുറിച്ചിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഡി എന്ന് പറയുന്നതും ഒ എന്ന് പറയുമ്പോൾ 1 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ യഥാർത്ഥ പൊസിഷൻ എന്ത്, നമ്മൾ ഏതിൽ നിന്ന് ഏതിലേക്ക് ഉയരണം എന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അടുത്ത ഗെറ്റിംഗ് ഫ്രീ ഫ്രം ഡെമോണിയാക് ക്വാളിറ്റീസ്, അതാണ് DOG. നമ്മൾ എല്ലാ അധ്യായങ്ങളിലും കണ്ടു, കഴിഞ്ഞ ഓരോ അധ്യായങ്ങളും നമ്മൾ നോക്കുമ്പോൾ കണ്ടു ഭഗവാൻ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന്, അല്ലെങ്കിൽ ത്രിഗുണങ്ങളിൽ നിന്ന്, അങ്ങനെ പല ഭാഗങ്ങളിൽ നമ്മൾ അതിൽ നിന്ന് ഉയരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സൊല്യൂഷൻ കൂടി ഭഗവാൻ ആദ്യം പ്രോബ്ലംസ് വിവരിച്ചതിന് ശേഷം ഈ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരു കീ, അല്ലെങ്കിൽ ഒരു താക്കോല് കൂടി ഭഗവാൻ നമുക്ക് അതിന് തരുന്നു. പക്ഷെ ആ താക്കോല് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് പ്രവർത്തിപ്പിക്കേണ്ടത് നമ്മളാണ്. ആ ഒരു മെന്റാലിറ്റി തീർച്ചയായിട്ടും നമ്മളിൽ നിന്നുള്ള എഫേർട്ട് ഉണ്ടാവും. അതാണ് മലയാളത്തിൽ എപ്പോഴും പറയില്ലേ, താൻ പാതി ദൈവം പാതി. ഭഗവാൻ അദ്ദേഹത്തിന്റെ പാതി ഈ ഭഗവത്ഗീതയിൽ കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആ ഭഗവത്ഗീത പഠിച്ച് ആ ചാവി എടുത്ത് അതിനി ആ പൂട്ട് തുറക്കുക. അത്രയും ഒരു എഫേർട്ടെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ നമ്മൾ തയ്യാറാവാം. അതില്ല എങ്കിൽ ഒരിക്കലും ഭഗവാന്റെ പാതി നമുക്ക് കിട്ടില്ല. അതാണ് ഇവിടെ ഗെറ്റിംഗ് ഫ്രീ ഫ്രം ഡെമോണിയ ക്വാളിറ്റീസ്. എങ്ങനെ ഇതിൽ നിന്ന് വെളിയിൽ വരാം, അത് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ, പിന്നെ പുറകാലം നമുക്ക് അത് കാണാൻ കാണിക്കും. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്? ഇവിടെ ഈ ഫോട്ടോ, ഇവിടെ ഈ കാണുന്ന ഫോട്ടോയിൽ നമുക്ക് മുമ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. സുശ്രീ പ്രഭുപാദ് പറയുന്നതാണ്, ഈ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഭാഗമാണത്. ബട്ട് ഹി ഹൂ discards scriptural injunctions and acts according to his own whims attains neither perfection nor happiness nor the supreme destination. ഇതെല്ലാം നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായി ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇല്ലിസിറ്റ് സെക്സ്, ഗാംബ്ലിങ്,
ഇൻടോക്സിക്കേഷൻ, മീറ്റ് ഈറ്റിംഗ് എന്ന് പറയുന്ന ഈ 4 പ്രവൃത്തികളിൽ നമ്മൾ ഇടപെടുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നൈദർ അറ്റൈൻസ് പെർഫെക്ഷൻ. നമ്മുടെ മനുഷ്യജന്മത്തിന്റെ സമ്പൂർണതയിൽ നമുക്ക് ഒരിക്കലും എത്താൻ സാധിക്കത്തില്ല. സന്തോഷവാനാകാൻ സാധിക്കുകയില്ല. നമ്മുടെ യഥാർത്ഥമായ ഭഗവാന്റെ നാമത്തിൽ നമുക്ക് എത്താൻ സാധിക്കില്ല. എന്നാൽ നേരെ മറിച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ ദ മാൻ ഹു ഹാസ് എസ്കേപ്ഡ് ദീസ് 3 ഗേറ്റ്സ് ഓഫ് ഹെൽ, ലസ്റ്റ്, ആങ്കർ ആൻഡ് ഗ്രീഡ്, അതാണ് നമുക്ക് ഇവിടെ വരാൻ പോകുന്നത്. 16-ാമത്തെ അധ്യായത്തില് 21 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളിൽ പഠിക്കാൻ പോകുന്ന ഭാഗമാണിത്. ലസ്റ്റ്, ആങ്കർ ആൻഡ് ഗ്രീഡ്, ഓ സൺ ഓഫ് കുന്തി, performs acts conducive to self-realization and thus gradually attains the supreme destination. Lust, anger and greed, കാമ, ക്രോധ, ലോഭം, ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ദ ഗേറ്റ് വേ ടു ഹെൽ എന്നാണ്. നമ്മൾ നേരത്തെ ഒരു സെഷനിൽ വെച്ച് പഠിച്ചതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഇതെന്ന് പറയുന്നത് നരകത്തിലേക്കുള്ള 3 ദ്വാരങ്ങളാണ്. ദ ഡോർസ് ടു ഹെൽ എന്നാണ് ഈ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അവിടെ പറയുന്നത് ദ മാൻ ഹു ഹാസ് എസ്കേപ്ഡ് ദീസ് ഗേറ്റ്സ് ഓഫ് ഹെൽ, ദീസ് 3 ഗേറ്റ്സ് ഓഫ് ഹെൽ, ഈ 3 ഇതിനെ തരണം ചെയ്യാൻ സാധിച്ച ഒരുവന്, അല്ലയോ കുന്തിപുത്ര, പെർഫോംസ് ആക്ട്സ് കൺഡ്യൂസീവ് ടു സെൽഫ് റിയലൈസേഷൻ ആൻഡ് ദസ് ഗ്രാജുവലി അറ്റൈൻസ് സുപ്രീം ഡെസ്റ്റിനേഷൻ. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവത് ധാമിലേക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പൊ അതിന് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അക്സെപ്റ്റൻസ് ഓഫ് സ്പിരിച്വൽ മാസ്റ്റർ, ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുക. സ്റ്റഡി ഓഫ് വേദാസ്, വേദശാസ്ത്രങ്ങൾ പഠിക്കുക. ഓസ്റ്റെറിറ്റി, തപസ്യ എന്ന് പറഞ്ഞാൽ പോയി രാവിലെ എഴുന്നേറ്റ് നമ്മള് വനാന്തരങ്ങളിൽ പോയി തപസ് ചെയ്യണം, അല്ലെങ്കിൽ ഹിമാലയ സ്ഥാനങ്ങളിൽ പോയി തപസ് ചെയ്യണം എന്നല്ല അതിനർത്ഥം. ഓസ്റ്റെറിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ന് ഈ കലിയുഗത്തില് നമ്മൾ ചെയ്യുന്ന ആധ്യാത്മികപരമായ ഒരു കാര്യം, ഈവൻ നിങ്ങൾ ഈ 18 ദിവസങ്ങൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ ഈസ് ആൻ ഓസ്റ്റെറിറ്റി, ഒരു വലിയൊരു തപസ്യ തന്നെയാണത്. അല്ലെങ്കിൽ എല്ലാവർക്കും അത് സാധിക്കില്ല. കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നൗ ഐ ക്യാൻ സി 23 കണക്ഷൻസ് ഇൻ ദിസ്. ഈ ക്ലാസ്സിൽ 23 കണക്ഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ തുടങ്ങിയപ്പോ 36 കണക്ഷൻ ഉണ്ടായിരുന്നു. ആ 36 പേരില് ബാക്കിയുള്ളവർ എവിടെ പോയി? ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു ടേക്ക് അപ്പ് ദാറ്റ് ഓസ്റ്റെറിറ്റി. ഇറ്റ് കുഡ് ബി മൾട്ടിപ്പിൾ റീസൺ, പല കാരണങ്ങളുണ്ടാവാം. ആ ഒരു ദൃഢനിശ്ചയം എന്ന് പറയുന്നത് തന്നെ ഈ കലിയുഗത്തിൽ വലിയൊരു ഓസ്റ്റെറിറ്റിയാണ്. സോ അത് വേണം. സെൻസ് കൺട്രോൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം, അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. സോ ഇതെല്ലാം, ഈ സ്റ്റെപ്പ് എല്ലാം മറികടന്ന് ചെല്ലുകയാണെങ്കിൽ സ്പിരിച്വൽ നോളജ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ആ സ്പിരിച്വൽ നോളജിൽ കൂടി നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. സോ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം. സോ വി ആർ ഗോയിങ് ടു ദ ഡിവൈൻ ഓർ ഡെമോണിയാക് എന്നാണ് ലെസൺ 1, ഇന്നത്തെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത്. ഡിവൈൻ ഓർ ഡെമോണിയാക്, 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ഈ അധ്യായത്തിലേക്ക് വന്നത്. 15-ാമത്തെ അധ്യായത്തിൽ നിന്ന് 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ, കഴിഞ്ഞ അധ്യായത്തില് നമ്മൾ കണ്ടത് കൃഷ്ണ ഡിസ്ക്രൈബ് ദ ബാനിയൻ ട്രീ ഓഫ് ദ മെറ്റീരിയൽ വേൾഡ് ബട്ട് ഇറ്റ്സ് ഫ്രൂട്ട്സ് ഹാവ് നോട്ട് ബീൻ ഡിസ്ക്രൈബ്. ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ ആ ക്ലാസ് അധ്യായം തുടങ്ങുന്നത് തന്നെ ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യം ഛന്ദാംസി യസ്യ പർണാനി യസ്താം വേദസവേദവേദ്. ഇതെല്ലാം അപ്സൈഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു അശ്വത്ഥമായ വൃക്ഷമാണ് ഈ ഭൗതിക പ്രപഞ്ചം. ആധ്യാത്മിക ലോകത്തിന്റെ നേരെ വിപരീതമാണ് ഇവിടെ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞെങ്കിലും, എന്താണ് ഇവിടെ നിന്ന്, ആ വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന ഫലം എന്താണ് എന്ന് ഭഗവാൻ പറഞ്ഞില്ല. ആധ്യാത്മിക ലോകത്തിന്റെ നേരെ വിപരീതമായി താഴെ തിരിഞ്ഞു നിൽക്കുന്നു. പക്ഷെ അപ്പൊ ഈ വൃക്ഷത്തിന്റെ ഫലം എന്താണ്? അതാണ് കൃഷ്ണ ലിസ്റ്റ് ക്വാളിറ്റീസ് ഓഫ് സെയിന്റ്ലി, ഒരു ശാന്ത സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു ഡിവൈൻ ക്വാളിറ്റീസിന്റെ അതിനെക്കുറിച്ചിട്ട് 1 മുതൽ 3 വരെ ശ്ലോകങ്ങളിൽ പറയുന്നു. ഡെമോണിയാക് ആയിട്ടുള്ള ആസുരികമായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. സെയിൻലി ക്വാളിറ്റീസ് എന്ന് പറയുന്ന ലിബറേഷൻ ആണ്, അത് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതിനെ കുറിച്ച് തന്നെ. ഡെമോണിയാക് ക്വാളിറ്റീസ് എന്ന് പറയുന്ന ബോണ്ടേജ് എന്ന് പറയുന്ന 5 എന്ന് പറയുന്നു. സോ ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ്
ഗുഡ് ഫ്രൂട്ട്സ്, അതായത് ഡിവൈൻ ക്വാളിറ്റീസ്, ബാഡ് ഫ്രൂട്ട്സ് ഡെമോണിയ ക്വാളിറ്റീസ്. സോ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ രണ്ടിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ ആസുരിക സ്വഭാവത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഭഗവാന്? അതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ദോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് ഡ്യുവാലിറ്റീസ്, ദ്വന്ദ്വം എന്ന് പറയുന്നത്. അതായത് രണ്ട് എന്നുള്ളത്, രണ്ട് എന്നുള്ള കാര്യം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. എന്ത്? നല്ലതും ചീത്തയും, സുഖവും ദുഃഖവും, പുരുഷനും സ്ത്രീയും, പിന്നെന്താണ്, ചൂടും തണുപ്പും, സുഖവും സന്തോഷവും ദുഃഖവും, ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ്. ഇങ്ങനെ എന്ത് നമ്മൾ എടുത്താലും ഒരു കോയിനിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറഞ്ഞതുപോലെ there are two sides of every aspect in this material world. ഈ പ്രപഞ്ചത്തിന്റെ, ഭൗതിക പ്രപഞ്ചത്തിൽ, ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ എവിടെ നമ്മൾ പോയെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ നമ്മൾ കാണാനിടയാണ്. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ദോഷം. ആ കാര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ജനിച്ചു വളർന്നത് ഈ ഒരു രീതിയിൽ ആയതുകൊണ്ട് നമ്മളെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി ഈ നല്ലതിനെ കുറിച്ചും ചീത്തയെക്കുറിച്ചും പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ പറഞ്ഞത്. സോ വി ക്യാൻ സി ഗുഡ് ഫ്രൂട്ട്സ് ആൻഡ് ബാഡ് ഫ്രൂട്ട്സ്. ശരിക്കും ബാഡ് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, എല്ലാ ഫ്രൂട്ട്സും നല്ലത് തന്നെ. പക്ഷെ വൺസ് ഇറ്റ് ഇസ് ഡീക്കേഡ് ഇറ്റ് ബിക്കംസ് ബാഡ്. ദർ ആർ പോയ്സണസ് ഫ്രൂട്ട്സ് ഓൾസോ, ദാറ്റ്സ് ഡിഫറെന്റ്. അപ്പൊ ഇതിനെക്കുറിച്ച് ആണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കുന്നത്. ഇതാണ് നമുക്ക് ആ അധ്യായത്തിൽ നിന്ന് ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉള്ള കണക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. The angel and the animal within us. നമ്മൾ കഴിഞ്ഞ 13-ാമത്തെ അധ്യായം ആണല്ലോ അതായത് നമ്മള് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, there is a tug of war. ഒരു വടംവലി നടക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ. The ഏഞ്ചലും ആൻഡ് ആനിമലും വിത്തിൻ us. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ നമ്മുടെ ഉള്ളിൽ നടക്കുകയാണ്. ആ വാർ നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് ഇനി എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം, എന്താണ് ഈ കാണുന്ന പറയുന്നത്. സോ ഡിവൈൻ ആൻഡ് ഡെമോണിയാക്ക്. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? സോ ഈ ഒരു ഞാൻ ഈ മൂവ് ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, അതോ ഓൺലി ഫോർ മീ? എന്തെങ്കിലും കാണുന്നുണ്ടോ, അതോ നിങ്ങൾ ഫുൾ സ്ക്രീൻ ആണ് കാണുന്നത്? സ്ക്രീനാണ്. Divine, demoniac. Yes, divine and demoniac. Okay. So then it's not obstructing you. എന്നെങ്കിൽ മാത്രം, കാരണം എന്റെ സ്ക്രീനിന്റെ ഒരു ടാബ് എനിക്കൊരു താഴെ കാണുന്നുണ്ട്, അതാണ് ചോദിച്ചത്. വെരി ഗുഡ്, താങ്ക് യു. സോ ബട്ട് ഡിവൈൻ ആൻഡ് ഡെമോണിയാക്. എന്താണ് ദൈവികം, എന്താണ് ആസുരികം? ഡിവൈൻ എന്ന് പറയുമ്പോൾ the first quality of divine is obeys God's laws. ഭഗവാന്റെ നിയമങ്ങളെ അനുസരിച്ച് അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു ദൈവീകമായ ഗുണം. നമുക്കറിയാം, ദേവി ദേവന്മാരെല്ലാവരും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ they go to the Lord. ജസ്റ്റ് ഒന്ന് നമുക്കൊരു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ലെറ്റ് മി ട്രൈ ടു റീകളക്ട്. ABCDEFG, ഈ 7 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ABCDEFG. ഇത് ഞാൻ ഒരു ക്ലാസ്സിൽ കേട്ടതാണ്. ലെറ്റ് മി ട്രൈ ടു റീകളക്ട്. ഈവൻ എനിക്ക് 100% ഓർക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു അബ്രീവിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു അക്രോണിം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. എന്താണ് A? A മീൻസ് ആബ്സല്യൂട്ട് പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ട്രൂത്ത്. അത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക. A എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാനാണ് ഏറ്റവും സുപ്രീം എന്നുള്ള ഒരു ബോധത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്ന ഒബേസ് ഗോഡ്സ് ലോസ്. ആ ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ ഒരു ഡിവൈൻ ക്വാളിറ്റിയാണ്. സോ അപ്പൊ നമുക്ക് ആ ഭഗവാന്റെ കാര്യം ഒബേ ചെയ്യുക എന്നുള്ളത് ഡിവൈൻ ക്വാളിറ്റി ആകുമ്പോൾ വാട്ട് കംസ്, അപ്പം നമ്മൾ ABCDEFG കുറിച്ച് നമ്മൾ പിന്നീട് അറ്റ് ദ ടൈം കംസ് ഞാൻ അതിനെക്കുറിച്ച് ഫിൽ ചെയ്ത് പോകാം. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡെമോണിയ ക്വാളിറ്റി എന്ന റിബൽസ് എഗൻസ്റ്റ് ഗോഡ്സ് ലോസ്.
ഒരു ആസുരിക സ്വഭാവമുള്ള ഒരാള് ഭഗവാന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് പോകും. എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഭഗവാനെ കുറിച്ച് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമേ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ക്വാളിറ്റി, ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാൻ ആ ഒരു ആള് ആസുരിക സ്വഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെൽഫ്ലെസ് സർവീസ് ടു ഗോഡ് ആൻഡ് ഹിസ് ചിൽഡ്രൻ. എന്ത് ഭഗവാനെ കുറിച്ചിട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഒരു സെൽഫ്ലെസ് സർവീസ് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ആ ഒരു കാര്യത്തില് അതൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി മാത്രമേ നമുക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ഈശ്വരീയ സ്വഭാവമുള്ളവർക്കാണ് സെൽഫ്ലെസ് സർവീസ് വരാൻ സാധിക്കുന്നത്. അത് ഭഗവാന് മാത്രമല്ല, ഭഗവാന്റെ ചിൽഡ്രൻ, അതായത് ഭഗവത് ഭക്തന്മാർക്കും അതുണ്ടാകും. സെൽഫിഷ്ലി കൺസേൺഡ് അബൌട്ട് വൺസ് ഓൺ ഗ്രാറ്റിഫിക്കേഷൻ. സോ ഈ ഒരു കാര്യം പറയുമ്പോ രാവണന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചത്? ശ്രീരാമചന്ദ്ര ഭഗവാനെ അക്സെപ്റ്റ് ചെയ്തതേയില്ല. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും. പല ആൾക്കാരും അദ്ദേഹത്തോട് പറഞ്ഞു. മണ്ഡോദരി സ്വന്തം ഭാര്യ ഉൾപ്പെടെ പറഞ്ഞു, സീതാദേവിയെ വിടൂ, അത് നമ്മളുടെ നാശത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ. നോ, എന്റെ കാര്യം, ഞാൻ പറഞ്ഞത് മാത്രമേ നടക്കാവൂ, എന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തണം എന്ന ഒറ്റ ആഗ്രഹം. അതാണ് സെൽഫിഷ്ലി കൺസേൺഡ് അബൌട്ട് വൺസ് ഓൺ ഗ്രാറ്റിഫിക്കേഷൻ. Whatever I possess is a gift of God, so I am grateful to the Lord. ഭഗവാനില് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്, അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്നു. കാരണം എനിക്കിന്നുള്ള എല്ലാ കാര്യങ്ങളും എന്തും ആയിക്കോട്ടെ, അതെല്ലാം എനിക്ക് ലഭിച്ചിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഭഗവാന്റെ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്ന ചിന്താഗതിയാണ് ഒരു ദൈവിക സ്വഭാവമുള്ളവർക്കുണ്ടാവും. ആസുരിക സ്വഭാവമുള്ളവർക്കോ എവറിഥിങ് ഐ പൊസസ് ഈസ് ഏൺഡ് മൈ ഓൺ എബിലിറ്റീസ്. ഇതെല്ലാം ഞാൻ എന്റെ കഷ്ടപ്പാട് കൊണ്ട് അല്ലെങ്കിൽ എന്റെ ശ്രമഫലം കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് ഒരു ആസുരിക സ്വഭാവമുള്ളവരാണ് വിശ്വസിക്കുന്നത്. തിങ്ക് ബിഫോർ ആക്ടിങ്. ഇത് പലപ്പോഴും നമ്മൾ കേട്ടുള്ള ഒരു പദമാണ്, തിങ്ക് ബിഫോർ ആക്ടിങ്. ഡെമോണിയാക്കിൽ എന്താണ്? ജസ്റ്റ് ഡു ഇറ്റ്. എന്തുമായിക്കൊള്ളട്ടെ. ഒരു രസകരമായ ഒരു നടന്ന സംഭവമാണ്. ബോംബെയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലുള്ള ഒരു കോളേജാണ്, പ്രൈവറ്റ് കോളേജ്. ആ പ്രൈവറ്റ് കോളേജില് എല്ലാ ഫെസിലിറ്റീസും, ഇറ്റ്സ് എ വെരി ബിഗ് ക്യാമ്പസ്, സിനിമ തിയേറ്റർ വരെയുണ്ട് കോളേജിനുള്ളിൽ. അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തും ചെയ്യാം, എന്തും ഇഷ്ടമുള്ള പോലെ ചെയ്തുകൊള്ളൂ. ഇതിൽ സംഭവിച്ചത് എന്താണ്? എത്രയോ കുട്ടികളാണ് അവിടെ ആത്മഹത്യ ചെയ്യുന്നത്. കാരണം ആർക്കും അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സന്തോഷവാനാകാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ അറിയാം, ഏറ്റവും കൂടുതലായിട്ട് ചർച്ച നടക്കുന്ന ഒരു സംഭവമാണ്, ഇപ്പൊ നമ്മുടെ ഭാരതത്തിൽ പോലും ഡിസ്കഷൻ നടക്കുന്നതാണ്, വുമൻ എംപവർമെന്റ്. ഇപ്പൊ തന്നെ ഈ വനിതാ സംവരണ ബില്ലൊക്കെ കൊണ്ടുവന്നു, അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നു. ഈ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുമ്പോ ഒരു സ്ത്രീയും പുരുഷനും, ഒരു പെൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു പയ്യനും കൂടെ ഇഷ്ടത്തിലായി. സോ അവര് അവർക്ക് എൻജോയ് ചെയ്യാം. സോ ഷീ എഗ്രീഡ്, സോ ഐ എം ഓൾസോ ഡൂയിങ്. അപ്പൊ ഞാനും അതിന് തയ്യാറായി. അങ്ങനെ ചിന്തിക്കുമ്പോൾ, അങ്ങനെ ഒരു ഭാവത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ചിന്തിക്കണം, whom does she belong to? ആ പെൺകുട്ടി ആരുടേതാണ് യഥാർത്ഥത്തിൽ? ആ പെൺകുട്ടി അവളുടെ അച്ഛൻ്റെതല്ലേ? ഇപ്പോൾ അച്ഛൻ്റേത് കഴിഞ്ഞാൽ ആ പെൺകുട്ടി കല്യാണം കഴിച്ച പെൺകുട്ടിയാണെങ്കിൽ ഷി ബിലോങ്സ് ടു ഹെർ ഹസ്ബൻഡ്. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഷി ബിലോങ്സ് ടു ഹെർ സൺ, അല്ലെങ്കിൽ മകന്റെ സംരക്ഷണത്തിലാണ്.
സോ അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു പുരുഷന് എങ്ങനെ ആ സ്ത്രീയുമായിട്ട് എൻജോയ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും? പക്ഷെ ഒരു ആശ്രിക സ്വഭാവത്തിലുള്ള ഒരാൾ ചിന്തിക്കുന്നത് എന്താണ്? നോ, ഷീ അഗ്രീഡ്, സോ ഞാൻ അതിന് തയ്യാറായി. അതാണ് സെൽഫിഷ്നെസ് അല്ലെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന തോന്നൽ. I follow advice of Guru, Sadhu and Scriptures. വേദശാസ്ത്രങ്ങളെയും ഗുരുവിനെയും സാധുവിനെയും പാലിക്കുക, അല്ലെങ്കിൽ അവരുടെ പാതയെ പിന്തുടരുക, അവരെ പറയുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഒരു ഡിവൈൻ ക്വാളിറ്റി. ഐ ഡു വാട്ട് ഐ ലൈക്ക്. ഐ ഡോണ്ട് കെയർ ഫോർ എനിവൺ. നോ വൺ ക്യാൻ കൺട്രോൾ മീ. ഈ ചിന്താഗതി എന്ന് പറയുന്നത്, അതായത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എനിക്ക് അതിനുള്ള എന്ത് ഫലമാണെന്നോ അല്ലെങ്കിൽ ആരെന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. ഐ ഡോണ്ട് കെയർ. എനിക്കത് ബാധകമല്ല. ആർക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന തോന്നലാണ് ഡെമോണിയ ക്വാളിറ്റി. എറ്റേണൽ ലൈഫ് ഓഫ് ബ്ലിസ്, നോളജ് ആൻഡ് സർവീസ് ടു ഗോഡ് ഈസ് മൈ ഗോൾ. ഒരു ശാശ്വതമായ ജീവിതത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ സന്തോഷപരമായ ശാശ്വത ജീവിതത്തിലേക്ക് എത്തുക, ജ്ഞാനം നേടാനും അതുപോലെ ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പരമമായ ലക്ഷ്യം. ഇമ്മീഡിയറ്റ് പ്ലഷേഴ്സ് ആർ മൈ ഗോൾ. ഇമ്മീഡിയറ്റ് പ്ലഷേഴ്സ് ആർ മൈ ഗോൾ എന്ന് പറയുമ്പോൾ അസുര എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ്. അസു എന്ന വാക്കിന് ഇമ്മീഡിയറ്റ്ലി എന്നൊരർത്ഥമുണ്ട്, അതുപോലെ ശ്വാസം എന്നൊരർത്ഥമുണ്ട്. ശ്വാസം വിടുന്നത് പോലും, ഓരോ ശ്വാസം വിടുന്നത് പോലും രമിക്കുക അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി. അതാണ് അസുര. ര എന്ന് പറഞ്ഞാൽ രമിക്കുക, എൻജോയ്മെന്റ് അല്ലെങ്കിൽ അതിൽ സന്തോഷവാനാക്കുക. ഇമ്മീഡിയറ്റ്, അതാണ് ഈവൻ മൃഗീയ വാസന എന്ന് പറയുന്നത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇൻസ്റ്റിങ്ക്റ്റ്, അപ്പൊ തോന്നുന്നത് അതേപോലെ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ചെയ്യുന്ന രീതികളിൽ അതേപോലെ നമ്മൾ, അതായത് അപ്പൊ തോന്നുന്ന രീതിയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ വീണ്ടും വിചാരമില്ലാതെ ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. അതാണ് തിങ്ക് ബിഫോർ ആക്ടിങ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമുക്ക് കാണുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, we have to revive our eternal relationship with the Father God to become truly happy. ഈ ഒരു കുട്ടി അനാഥനായിട്ട് ആ കുട്ടി കരയുമ്പോൾ, എന്നാൽ ഈ കുട്ടി ഇവിടെ തന്റെ അച്ഛന്റെ കൈകളിൽ വളരെ സുരക്ഷിതനായിട്ട്, വളരെ സന്തുഷ്ടനായിട്ട് നിൽക്കുന്നു. നമ്മളൊരു അനാഥനല്ല, നമ്മൾ യഥാർത്ഥത്തിൽ സനാതനാണ്. സനാതൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു എറ്റേണൽ ഫാദർ, അല്ലെങ്കിൽ എറ്റേണലായിട്ട് സനാതനായിട്ടുള്ള അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ അച്ഛൻ ഉള്ളപ്പോൾ അച്ഛന്റെ കൂടെ നമ്മൾ സന്തോഷിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? അർജുനൻ എന്താണ് ചെയ്തത്? ഭഗവാനിലേക്ക് ശരണം പ്രാപിച്ചപ്പോൾ അർജുനന് യുദ്ധം ചെയ്യാൻ ആൾക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഭഗവത്ഗീത 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, അർജുനന് യുദ്ധം ചെയ്യാനുള്ള ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞു ഫൈറ്റ് ചെയ്യാൻ, അർജുനൻ ഫൈറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ തന്റെ പരംപിതാവായ ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ച് അർജുനൻ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് അവസാനം സന്തോഷമല്ലേ ലഭിച്ചത്? അതുപോലെ തന്നെ നമ്മളും ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളും പ്രവർത്തിച്ചാൽ നമുക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമുക്ക് സന്തുഷ്ടനായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. So we should accept that reality. അതല്ല എങ്കിൽ നമ്മളുടെയും സ്ഥിതി ഈ പ്രപഞ്ചത്തിൽ നമ്മളിങ്ങനെ വിഷമിച്ചു കൊണ്ടേയിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മൾ ഈ അധ്യായത്തിന്റെ ഒരു സമ്മറിയാണ് നമ്മളിവിടെ വീണ്ടും കാണാൻ സാധിക്കുന്നത്. സോ കൃഷ്ണ ഫസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ 26 ഡിവൈൻ ക്വാളിറ്റീസ്. അത് നമ്മൾ കാണാൻ പോവുകയാണ്. Then he mentions the 6 demoniac qualities. ഒരു 26 ക്വാളിറ്റീസിനെ കുറിച്ചിട്ട് ഭഗവാൻ ഇനി പറയാൻ പോവുകയാണ്. പിന്നെ ഡെമോണിയാക് ക്വാളിറ്റീസ് 6 ക്വാളിറ്റീസ് ആണ്. സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെമോണിയാക് നേച്ചർ. 21 to 24
ദ ചോയ്സ് എസ്കേപ്പിംഗ് ടു ദ സുപ്രീം ഡെസ്റ്റിനേഷൻ. സോ ഈ വിവരണങ്ങളാണ് നമ്മൾ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. സോ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പോകുന്നുണ്ട്. എന്താണ് ദൈവി സമ്പത്ത്, ദ ഡിവൈൻ ക്വാളിറ്റീസ്, അതാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. സോ അപ്പൊ നമുക്ക് ആദ്യത്തെ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പോകാം. ശ്രീഭഗവാനുവാച അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗവ്യവസ്ഥിതിഃ ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം അഹിംസാ സത്യമക്രോധസ്ത്യാഗശാന്തിരപൈശുനം ദയാ ഭൂതേഷ്വലോലുപ്ത്വം മാർദവം ഹ്രീരചാപലം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാദിമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരത. സോ ഇതിനെക്കുറിച്ച് നമ്മൾ പോകുമ്പോ അടുത്ത ശ്ലോകങ്ങൾ വായിച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് ഉള്ളത്. വലിയൊരു പർപ്പോട്ടാണ്. ഭഗവാൻ ശ്രീല പ്രഭുപാദ് വളരെ വിശദമായിട്ട് ഈ പറഞ്ഞ ഓരോ ഗുണങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ദംഭോദർപ്പോഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ചാഭിതാദസ്യ പാർത്ഥ സമ്പദമാസുരീം. ഈ രണ്ട് ക്വാളിറ്റീസിനെ കുറിച്ചിട്ടും ഭഗവാൻ ഇവിടെ പറയുകയാണ് ചെയ്തത്. സോ നമുക്ക് there was one point anyway, so no problem. സോ ആ ക്വാളിറ്റീസ് നമുക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ആദ്യം ഡിവൈൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ദൈവീ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഭഗവാനോട് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് അഭയം സത്വ സംശുദ്ധിർ ജ്ഞാന യോഗ വ്യവസ്ഥിതി. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഹേ ഭാരത നിർഭയത. നിർഭയത എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ക്വാളിറ്റിയാണ്, ഒരു ദൈവ ക്വാളിറ്റിയാണ് നിർഭയത. അതായത് ഭയമില്ലായ്മ. ഒരു ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിരിക്കുന്ന ഒരുവൻ, ഇപ്പൊ നമ്മൾ ആ അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ ഒരു ഭാവം നിങ്ങൾ നോക്കിയാൽ അതിന് ഒരു ഭയവുമില്ല ആ കുട്ടിക്ക്. കാരണം എന്താണ്, ഹി ഫീൽസ് ഈസ് സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹിസ് ഫാദർ. തന്റെ പിതാവിന്റെ കൈകളിൽ പിടിച്ചിരിക്കുമ്പോൾ താൻ സുരക്ഷിതനാണ് എന്ന പൂർണ്ണ വിശ്വാസം ആ പയ്യനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഭയവുമില്ല, ഭയക്കേണ്ട ആവശ്യമില്ല. സിമിലർലി നമ്മളും ഭഗവാന്റെ കൈകളിൽ സുരക്ഷിതനാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ഒരു സന്യാസിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആ ഒരു സ്ഥിതിയിലാണ്. അടുത്ത നിമിഷം എന്താകുമെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഭിക്ഷ എടുത്തു കഴിഞ്ഞാൽ ആ സമയം അദ്ദേഹം കഴിച്ചതിന് ശേഷം അടുത്ത നേരത്തേക്ക് അല്ലെങ്കിൽ അതിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് അദ്ദേഹം ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല ഞാനിത് വൈകിട്ടത്തേക്ക് എടുത്ത് വെക്കാം എന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിക്കില്ല. ആ സമയത്ത് അദ്ദേഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ നിന്ന് ബാക്കി ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് അദ്ദേഹം ദാനം ചെയ്തു. ബിക്കോസ് ഹീസ് ഹാവ് ഫുൾ കൺവിക്ഷൻ, കംപ്ലീറ്റ് വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അടുത്ത നേരത്തേക്കുള്ള അദ്ദേഹത്തിനുള്ള ആഹാരം ഭഗവാൻ പ്രൊവൈഡ് ചെയ്യും എന്ന വിശ്വാസം അദ്ദേഹത്തിന്. സോ അദ്ദേഹത്തിന് ഭയമില്ല. ഏത് രാത്രിയിലും എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാൻ സാധിക്കും. ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നതാണല്ലോ മരണഭയം. ഹി ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഡെത്ത് ഓൾസോ. അസ്തിത്വത്തിന്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ, അശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ശരീരമാണ് എന്ന ഐഡന്റിറ്റി. നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകും. ആധ്യാത്മിക ജ്ഞാനനിഷ്ഠ, ദാനം, ആത്മനിയന്ത്രണം, യജ്ഞം, വേദപഠനം. യജ്ഞം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഓരോ യജ്ഞം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനുള്ള വിശ്വാസമില്ല. യജ്ഞം ഇതൊക്കെ എന്താണ്, ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്. ദേവീദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ അവരതിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മഴയും കാര്യങ്ങളെല്ലാം തരും. യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജഭരണകാലത്ത്
ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചൂട് ഒന്ന് ആലോചിക്കുക. കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനം 44, ആസ് ഐ റിമെമ്പർ കറക്റ്റ്ലി, അതൊന്നും എക്സാക്ട്ലി 42 44 നദികൾ ഒഴുകുന്ന ഒരു സംസ്ഥാനമാണ്. 44ഓളം നദികൾ ഒഴുകുന്ന, ഞാൻ നമ്പർ കറക്റ്റ് ആണോ? ഇഫ് ഐ എം റോങ്, എനിവൺ ക്യാൻ കറക്റ്റ് മീ. അറിയാമോ ആർക്കെങ്കിലും എക്സാക്ട് നമ്പേഴ്സ്? ഐ ഫോർഗോട്ട് എക്സാക്ട്ലി എത്രയാണ്. എന്റെ അറിവനുസരിച്ച് 42 44 നദികൾ ഒഴുകുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം. പറയപ്പെടുന്നത് ഗോഡ്സ് ഓൺ കൺട്രി, മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ മലനിരകളോട് കൂടിയ, നിബിഡമായ വനങ്ങളോട് കൂടിയ ഒരു സംസ്ഥാനമായ കേരളത്തിൽ 44, കറക്റ്റ്. താങ്ക് യു സോ മച്ച് ഉഷാറാണി മാതാജി. 44 നദികൾ, യെസ്. അപ്പോ ഇത്രയും ഒരു ചൂട് അനുഭവപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ അത്രയും വലിയ ചൂട് അനുഭവപ്പെടേണ്ട ഒരു സാഹചര്യമാണോ നമ്മുടെ ഈ കേരളത്തിൽ യഥാർത്ഥത്തിലുള്ളത്? അല്ല. അതിന്റെ ഒരു കാരണം ഞാൻ പറയാൻ വരികയാണ്. യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജഭരണകാലത്ത് എത്ര മഴ ആവശ്യമുണ്ടോ അത്രയും മാത്രമേ മഴ പെയ്യത്തുള്ളൂ. സൂര്യന്റെ ചൂട് എത്ര ആവശ്യമുണ്ടോ അത്രയുമേ സൂര്യന്റെ ചൂട് ഭൂമിയിൽ പതിക്കത്തുള്ളൂ. നമ്മുടെ കേരളത്തിൽ ഇപ്പോ 2 സീസൺ മാത്രമേ ഉള്ളൂ. ഒന്നെന്താണ്? ചൂട്. 2 കൊടും ചൂട്. ഈ 2 സീസണേ ഉള്ളൂ നമുക്ക്. മഴയുണ്ടില്ലെന്നല്ല പറഞ്ഞേ. കാരണം നമുക്കിപ്പോ ചൂടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത്. എന്റെയൊക്കെ കുഞ്ഞുനാളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഡിസംബർ കാലത്തൊക്കെ നല്ല തണുപ്പ്. ഇപ്പൊ ഡിസംബറിൽ തണുപ്പില്ല. ഞങ്ങള് പഴയ കാലത്ത്, ഇപ്പം അതൊക്കെ മാറി സിറ്റുവേഷനൊക്കെ. പഴയ കാലത്ത് ഈ എന്താ പറയാ, ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തിന് പോകുമ്പോ ഗാനമേള, ബാലെ ഒക്കെ കാണാൻ പോകുമ്പോൾ സ്റ്റിൽ ഐ റിമെമ്പർ വീട്ടിൽ നിന്ന് പുതപ്പുമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പുതപ്പ് പുതച്ചുകൊണ്ടിരുന്നിട്ടാണ് അങ്ങനെ പരിപാടി കണ്ടിരുന്നത്. കാരണം അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഇന്ന് ആ തണുപ്പില്ല കേരളത്തില്. ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഞാൻ പറയുന്നത് ശരിയല്ലേ? ആരെങ്കിലും അല്ലേ? ഞാനും പോയിട്ടുണ്ട് കൊച്ചിലെ പ്രഭു. ഇങ്ങനെ അങ്ങനെ പുതപ്പ് പുതച്ചുകൊണ്ടല്ലേ? ഇന്ന് ആ തണുപ്പുണ്ടോ നമ്മുടെ കേരളത്തില്? ഇല്ല. പക്ഷെ യുധിഷ്ഠിര മഹാരാജാവ് ഭരിച്ചുകൊണ്ട സമയത്ത് എത്ര, ഇപ്പോഴും മില്ലിമീറ്റർ ഒക്കെ പറയുന്നുണ്ട്. ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തു, അത്ര മില്ലിമീറ്റർ മഴ പെയ്തു, അല്ലെങ്കിൽ ഇത് അങ്ങനെ. നമുക്കറിയാം 2018 ഉണ്ടായ സംഭവം. വെള്ളപ്പൊക്കമാണെങ്കിൽ അങ്ങ് ആഞ്ഞടിച്ചു വരും, ചൂടാണെങ്കിൽ അങ്ങ് കൊടും ചൂട് വരുന്നു. അപ്പൊ നമ്മുടെ കേരളവും ഏതാണ്ട് ഡൽഹിയുടെയൊക്കെ ഒരു അവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് ദേവീദേവന്മാര് പോലും അത്രയ്ക്ക് സന്തുഷ്ടരായിരുന്നു ആ രാജഭരണത്തിന്റെ രീതികളോട്. അവര് വളരെ കറക്റ്റായിട്ട്, കാരണം രാജാക്കന്മാര് ചെയ്തിരുന്ന എന്താണ്, അവര് ദേവീദേവന്മാരുടെ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്നു. അപ്പൊ അവർ സന്തോഷവാനായപ്പോൾ അവരാവശ്യത്തിനനുസരിച്ച്, അതാണ് ഒരു സമ്പൽ സമൃദ്ധമായ രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത്. യജ്ഞം എന്ന് പറയുമ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വരുന്നത്. നമ്മളിപ്പോ ഇവിടെ കണ്ണൂരോ എവിടെയാണ് ഇപ്പൊ ഒരു യാഗം തുടങ്ങിയോ അതോ നടന്നുകൊണ്ടിരിക്കുകയാണോ? കണ്ണൂർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. കണ്ണൂർ എന്തോ ഒരു യാഗം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എവിടെയോ ന്യൂസ് പേപ്പറിലൂടെ വായിച്ച എനിക്ക് ഓർമ്മ. യജ്ഞം, വേദ പഠനം, അതൊക്കെ മോശമാണ് ഇപ്പോ. ലൈക്ക് പ്രിമിറ്റീവ്. നമ്മള് ഭഗവത്ഗീത പഠിക്കുന്നു എന്ന് കേട്ട് കഴിയുമ്പോൾ അതൊക്കെ വളരെ പ്രാചീനമായ ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ അതിനെ വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ മോശമായ ഒരു കാര്യമാണ്. നമ്മളിപ്പോ മോഡേൺ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. You don't know what is there in the scriptures. ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല.
തപസ്, ലാളിത്യം, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, പരദൂഷണത്തിൽ വെറുപ്പ്, സർവജീവികളോടും കാരുണ്യം, ലോഭമില്ലായ്മ, മൃദുല സ്വഭാവം, വിനയം, സ്ഥിരനിശ്ചയം, തേജസ്, ക്ഷമ, ധൈര്യം, ശൗചം, അസൂയാരാഹിത്യം, ബഹുമതിക്കുള്ള വാഞ്ചയില്ലായ്മ, ഇതെല്ലാം ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹീതരായ ദൈവികതയ്ക്കുള്ള ഗുണങ്ങളാണ്. ഇതിലേതെങ്കിലും മോശമായിട്ടുള്ളതുണ്ടോ? ഇതിലേതെങ്കിലും നമ്മൾക്കുള്ള ക്വാളിറ്റി ഉണ്ടോ? ഏതെങ്കിലും ഒരു ക്വാളിറ്റി നമുക്കുണ്ടോ? നിർഭയത, ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഭയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഭയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നതിൽ? ഉണ്ട് പ്രഭു. എവരിബഡി ഈസ് അഫ്രൈഡ് ഓഫ് മെനി തിങ്സ്. തീർച്ചയായിട്ടും മരണഭയം ഉണ്ട്. ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയൊരു ഭയം, ഒരുപാട് ഭയങ്ങളുണ്ട്, എല്ലാത്തിലും ഭയമാണ്. പക്ഷെ എന്നാൽ ഞാൻ പ്രധാനപ്പെട്ട് പറയുന്നത്, എന്തെങ്കിലും ചെറിയൊരു അസുഖം ഉണ്ടായാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഭയപ്പെടും. ഇത് വേറെ എന്തെങ്കിലും ആണോ? ഏറ്റവും സ്കേറിയസ്റ്റ് തിങ്. തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവും. വീട്ടിൽ ആർക്കെങ്കിലും ഒരു പനി വന്ന് 2 ദിവസമായിട്ട് ആ പനി മാറിയില്ലെങ്കിൽ വി ഡോണ്ട് നോ വാട്ട് ഈസ് നെക്സ്റ്റ്. ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോകണം. അല്ലെങ്കിൽ പഴയ കാലത്ത് എന്തെങ്കിലും നാട്ടുവൈദ്യം, ചെറു വീട്ടിലുള്ള വൈദ്യങ്ങൾ ചെയ്തിട്ട് പനിയൊക്കെ പമ്പ കടത്തുമായിരുന്നു. ഇപ്പൊ ഭയമാണ് നമുക്ക്. എന്തായിരിക്കും ശരീരത്ത് എവിടെയെങ്കിലും ഒരു ഞൊണല് കണ്ടാൽ ഭയമാ. ഇതെന്താണ്, ഭാവിയിൽ എന്തായി തീരും? സോ നിർഭയത എന്നത് ചിന്തിക്കാൻ തന്നെ നമുക്ക് സാധിക്കത്തില്ല. വി ആർ കംപ്ലീറ്റ്ലി സ്കെയർഡ് ഓഫ്. കാരണം ലോകം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അസ്തിത്വത്തിന്റെ ശുദ്ധി എന്ന വാക്കേ ഇല്ല, കംപ്ലീറ്റ് അശുദ്ധമാണ്. കാരണം സ്വയം നമ്മൾക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ഹൂ വി ആർ എന്നുള്ളത്. സോ ഐ തിങ്ക് വിൽ ഗോ ലിറ്റിൽ മോർ ഫാസ്റ്റ്. കാരണം നമുക്ക് സമയത്തിന്റെ കൂടെ ഇത് നോക്കണം. നമ്മളിപ്പോഴും ആ ശ്ലോകത്തിൽ തന്നെ നിൽക്കുകയാണ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക്, ആർക്കെങ്കിലും ഈ വാക്കുകൾ, ഏതെങ്കിലും ഒരു വാക്കിന് എന്തെങ്കിലും ചെറിയ എക്സ്പ്ലനേഷൻ, അഡീഷണൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? ഓൾമോസ്റ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ആധ്യാത്മിക ജ്ഞാനനിഷ്ഠ, ദാനം, ആത്മനിയന്ത്രണം, ജ്ഞാനം. ഞാനത് വായിക്കുകയാണ്. കേട്ടിട്ട് ഏതെങ്കിലും വാക്കിന് എന്തെങ്കിലും ഒരു അഡീഷണൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയുക. നമ്മൾ അത് മാത്രം ഡിസ്കസ് ചെയ്യാം. അതല്ലെങ്കിൽ വിൽ ഗോ ടു ദ നെക്സ്റ്റ്. യജ്ഞം, വേദപഠനം, തപസ്, ലാളിത്യം, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, പരദൂഷണത്തിൽ വെറുപ്പ്. നമുക്കത് ഇല്ലേ? നമുക്ക് അങ്ങനെ സംഭവം ഇല്ലല്ലോ. പരദൂഷണം എന്ന സംഭവം നമുക്കില്ലല്ലോ. ആരിലും ഒരാരെ കുറിച്ച് പറയുന്നത്, മോശമായിട്ട് പറയുന്നത് കേട്ടാൽ നമുക്ക് ഭയങ്കര വെറുപ്പാ. ശരിയല്ലേ? എല്ലാവർക്കും അങ്ങനെയാണോ? ആരെക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന കേട്ടാ എന്താ പറഞ്ഞേ നമുക്ക് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണല്ലേ? ഞാനിപ്പോ പറയാൻ വരുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും. കാരണം നമ്മളിലുള്ള ആസുരിക സ്വഭാവമാണ് ഈ കാണിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസുരിക സ്വഭാവമാണ്. സർവജീവികളോടും കാരുണ്യം, ലോഭമില്ലായ്മ, അങ്ങനെ ലോഭമേ ഇല്ല, മൃദുല സ്വഭാവം, വിനയം, സ്ഥിരനിശ്ചയം, തേജസ്, ക്ഷമ, ധൈര്യം, ശൗചം, അസൂയാരാഹിത്യം, ബഹുമതിക്കുള്ള വാഞ്ചയില്ലായ്മ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എനിക്കങ്ങനെ ആരെയും എന്നെ ബഹുമാനിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇതെല്ലാം ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹീതരായ ദൈവികതയ്ക്കുള്ള ഗുണങ്ങളാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. എല്ലാം നല്ല നല്ല ക്വാളിറ്റീസ് ആണ് എന്നുള്ള നമുക്ക് കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. സോ അടുത്തത് പറയുന്നത് എന്താണ് പറയുന്നത്? ഡെമോണിയ ക്വാളിറ്റീസ്, ആസുരിക സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ദംഭോദർപ്പോഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച അജ്ഞാനം ചാഭിജാതിസ്യാതസ്യ
പാർത്ഥ സമ്പദമാസുരിൻ. പ്രൈഡ്, ആംഗർ, arrogance, conceit, harshness, ignorance. ഹേ പാർത്ഥ, ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം എന്നിവ അസുര ഗുണങ്ങളാണ്. ഇതിലേതെങ്കിലും സംശയമുണ്ടോ? ഗർവം, ഹരേകൃഷ്ണ പ്രഭുജി, ആദ്യത്തേതില് ലോഭം എന്ന് പറയുമ്പം അത് പിശുക്കെന്നല്ലേ അർത്ഥം? ലോഭമില്ല. ഏത് മാതിരി? ആദ്യത്തേതില് അത്യാഗ്രഹമല്ലേ? ലോഭം ആ, അത് അത്യാഗ്രഹമല്ലേ പ്രഭു? ആഗ്രഹമെന്നാണോ? അത്യാഗ്രഹം. അതെ അതെ, ഓക്കെ, ശരി, താങ്ക് യു. കറക്റ്റ്. ഒരുപാട് വേണം, എനിക്ക് വേണം, എന്താ വേണം എന്ന ഒരു അത്യാഗ്രഹം, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഗർവം എന്ന് പറഞ്ഞാൽ ഞാൻ ആണ്, വലിയ അഹംഭാവം, ഞാനാണെല്ലാം എന്നുള്ള ആ ഒരു തോന്നൽ. ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം, ഇതാണ് ആസുരിക സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. അതായത് രസം എന്താണെന്നറിയോ? ഒരു ചെറിയൊരു ഇത് പറയാണ്. ആദ്യത്തെ ശ്ലോകം പറഞ്ഞപ്പോൾ ചില പ്രഭു അത് വലിയൊരു പർപ്പോട്ടാണ്. കാരണം അത് നമുക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയൊരു പർപ്പോട്ടേ കൊടുത്തുള്ളൂ. ഓക്കെ, 6 കാര്യങ്ങളെ ഉള്ളെങ്കിൽ നമുക്കിതൊക്കെ നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ചെറിയൊരു പർപ്പോട്ട് കൊടുത്തത്. സോ ഹിയറിംഗ് അബൌട്ട് ദ ഡിവൈൻ ആൻഡ് ഡെമോണിയ ക്വാളിറ്റീസ്, അർജുന മൈറ്റ് ഡൗട്ട് whether his own participation in the battle as a warrior and therefore as a killer will be due to possessing a demoniac temperament. So Krishna clarifies this now. ഈ ഒരു അസുര സ്വഭാവം കേട്ടപ്പോൾ അർജുനനൊരു സംശയം തോന്നി. അപ്പൊ എന്റെ ക്വാളിറ്റി, ഞാൻ ആസുരിക സ്വഭാവമാണോ? കാരണം അദ്ദേഹം കൊല്ലാനാണ് പോകുന്നത്, അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. അപ്പൊ ആ കൊല്ലാൻ പോകുമ്പോൾ ഞാനൊരു ആസുരിക സ്വഭാവസ്ഥനാണോ അല്ലെങ്കിൽ സ്വഭാവമുള്ളവനാണോ എന്നൊരു തോന്നൽ അർജുനൻ ഉണ്ടായപ്പോൾ കൃഷ്ണൻ ഉടനെ അതിനെ ക്ലാരിഫൈ ചെയ്തു. ദൈവീ സമ്പദ് വിമോക്ഷായ നിബന്ധായാസുരീമത മാശുച സമ്പദം ദേവീം അഭിജാതോസി പാണ്ഡവ. അഭൗതിക ഗുണങ്ങൾ മുക്തി സാധകങ്ങളും ആസുരിക ഗുണങ്ങൾ ബന്ധന കാരണങ്ങളുമാണ്. പാണ്ഡുനന്ദന, ദൈവീക ഗുണങ്ങളോടെ പിറന്നവനായതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട. അർജുനനെ അവിടെ സ്പഷ്ടമാക്കി പറഞ്ഞു. അർജുനനെ ഓൾറെഡി ദൈവീക ഗുണങ്ങളോടുകൂടി ജനിച്ചവനാണ് എന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ് ചെയ്യുന്നത്. സീയിങ് ദാറ്റ് ലാമെന്റേഷൻ didn't go away, Krishna begins to describe the qualities of demoniac people. So ഈ ഒരു കാര്യം പറഞ്ഞിട്ടും അർജുനൻ അത്രയ്ക്ക് സന്തുഷ്ടനായില്ല. അപ്പൊ എന്തായി? ഭഗവാൻ ഇനിയും അസുരന്മാരുടെ ക്വാളിറ്റീസ് പറയാൻ തുടങ്ങി. കാരണം അത് അർജുനനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അർജുനന് സ്വയം ചിന്തിക്കാം. അങ്ങനെയാണ് അർജുനനോട് ഭഗവാൻ ആസുരിക സ്വഭാവങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ടുഡേസ് അവർ നെക്സ്റ്റ് ലെസൺ, വിച്ച് ഈസ് ഒപ്പീനിയൻസ് ആൻഡ് ഔട്ട്ലുക്സ് ഓഫ് ഡെമൺസ്. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ലെസൺ 2, which is DO. നോക്കുക, സ്ത്രീ പുരുഷന്മാര് തമ്മിൽ ഒരു ലിമിറ്റേഷനും ഇല്ലാതെയാണ് ഇടപഴകുന്നത്. They do not know what is to be done and what is not to be done. അതാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. They do not follow ശാസ്ത്ര, unclean and proper behavior. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ആസുരിക സ്വഭാവം. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുര ന ശൗചം നാപി ചാപാചാചാരോ ന സത്യം തേഷു വിദ്യതേ. വിവർത്തനം: ചെയ്യേണ്ടത് എന്തെന്നോ ചെയ്യരുതാത്തത് എന്തെന്നോ അസുര സ്വഭാവികൾക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധതയോ അവർക്കില്ല. ഇപ്പോഴത്തെ കാലത്ത്
ഫാഷൻ. പഴയ കാലത്ത് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓൺലി സ്ത്രീ, ബട്ട് ഈവൻ ജെൻസും അങ്ങനെ തന്നെയാണ്. പക്ഷെ എങ്കിലും ഞാൻ ഒരു പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു ചേഞ്ച് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായതിനെ കുറിച്ച് പറയുകയാണ്. ഗ്രാമീണ പ്രദേശങ്ങളിൽ അതില്ല, പക്ഷെ എങ്കിലും ഇപ്പോഴും നമുക്ക് കാണാം. സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ്, സ്ത്രീകളെ പുരുഷന്മാരെ വെച്ചാൽ എല്ലാവരും എഴുന്നേറ്റ് രാവിലെ കുളിക്കണം. അതാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐശ്വര്യമായിട്ട് കുളിച്ചൊരുങ്ങി വന്ന് നെറ്റിയിൽ ചന്ദനവും പൊട്ടും ഒക്കെ തൊട്ട് നല്ല തലയൊക്കെ നല്ല ചീകി നല്ല രീതിയിൽ വെടിപ്പോടി വരുന്നത് കാണുമ്പോഴാണ് യഥാർത്ഥ ഐശ്വര്യം. ഇന്നത്തെ കാലത്ത് ഒരു മോഡേൺ സ്ത്രീയുടെ ഔട്ട്ലുക്ക്, ഒരു അപ്പിയറൻസ് എങ്ങനെയാണ് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പിന്നെ ടി വിയിലോ, ഒരു പക്ഷേ ഗ്രാമപ്രദേശത്ത് താമസിച്ചുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് വേൾഡുമായിട്ടൊരു എക്സ്പോഷർ ഇല്ലാത്തൊരു പക്ഷെ കണ്ടിട്ടില്ലാവില്ല. പക്ഷെ എങ്കിലും ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ഉദ്ദേശിക്കാമോ, പറയാം എന്താന്ന്, എങ്ങനെയാണ്? അലസമായിട്ട് സാരി ഉടുത്ത് പിന്നെ മുടി അഴിച്ചിട്ട്. കറക്റ്റ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനല്ല, നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോ നാട്ടിലുള്ളൊരു, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിനുള്ള ഒരു ഒരു സ്പെഷ്യൽ ടൈപ്പ് മ്യൂസിക്കൽ ബാൻഡില്ലേ, ഡപ്പാങ്കോട്ട്, വലിയ വലിയ ഡ്രം വെച്ചുകൊണ്ട്, അത് പക്ക അസുരന്മാരുടെ കേട്ടോ. പഴയ കാലങ്ങളിലെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കാട്ടുജാതിക്കാരൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വലിയ ഡ്രം വെച്ച് വലിയ ഡപ്പാങ്കോട്ടും കൊട്ടി ഡാൻസ് ചെയ്തുകൊണ്ട് വരുന്ന, അതിൽ ചില ആൾക്കാരുടെ മുടി കണ്ടിട്ടുണ്ടോ, ഇത്രയും വട്ടം ഉണ്ടാവും. ഒരു ചാട് ഭയങ്കര പൊങ്ങി പൊങ്ങി വരുന്നത്. അതുപോലെ മുടിയൊക്കെ നല്ല പ്രോപ്പറായിട്ട് ഒതുക്കി വെക്കുന്നതാണ് ഒരു പ്രോപ്പർ സാത്വിക സ്വഭാവമെങ്കിൽ, ഇപ്പൊ അങ്ങോട്ട് ടകടകടാന്ന് പ്രശാന്ന് ഇട്ടിട്ട് ഒരു വളരെ വിഗറസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു രീതിയിലുള്ള ഔട്ട്ലുക്കാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പ്രോപ്പർ ആസ്വദിക സ്വഭാവമാണ്. അതാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലത്തെ ഇപ്പൊ ഇല്ല, കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രത്യേകതരം ഡ്രസ്സാണല്ലോ ജീൻസ്. ജീൻസിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ജീൻസ് എന്താണ് അതിന്റെ പ്രത്യേകത? ജീൻസിന്റെ അറിയില്ല ആർക്കും? ആരും ജീൻസ് ഉപയോഗിക്കുന്നില്ല. ബോഡി ഷേപ്പ് കാണിക്കുന്നുള്ളതാണോ പ്രജി? അറിയത്തില്ല. അത് കേട്ടില്ല. ബോഡി ഷേപ്പ് അതുപോലെ കാണിക്കുന്നുള്ളതാണോ? അറിയില്ല കറക്റ്റ്. സോറി ശബ്ദം കേട്ടില്ല ക്ലിയർ ആയിട്ട്. ബോഡി ഷേപ്പ് അതുപോലെ കാണിക്കുന്നുള്ളതാണോ? ബോഡി ഷേപ്പ് അതുപോലെ കാണിക്കുന്നത്, ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. ഞാൻ ഉദ്ദേശിച്ച മറ്റൊന്നാണ്, പക്ഷെ അത് കറക്റ്റ് ആണ്. ഇപ്പോഴാണ് അല്ല, ജീൻസ് എന്ന് പറഞ്ഞാലും ജീൻസ് പലതരത്തിലും. ഇപ്പോഴാണ് ടൈപ്പ് ജീൻസ് കൂടുതലായത്. കറക്റ്റ്, നല്ലൊരു പോയിന്റ് ആണ് ബോഡി ഷേപ്പ് കാണിക്കുന്നത്. യെസ്, ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. അത് ആക്ച്വലി നല്ലൊരു ഇതല്ല. 6 മാസത്തിൽ ഒരിക്കലും വാഷ് ചെയ്യത്തുള്ളൂ. അറിയോ? അത് ആർക്കും അറിയില്ല എന്ന് തോന്നി. 6 മാസത്തിൽ ഒരിക്കലും വാഷ് ചെയ്തു. ശുദ്ധത എന്ന് പറയുന്ന കാര്യമില്ല, നാറും അടുത്തൂടെ പോയാൽ. അതിനുവേണ്ടി ഇപ്പൊ പെർഫ്യൂമും കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധതയോ അവർക്കില്ല. അതാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഓക്കെ, വിൽ സീ വാട്ട് ഈസ് നെക്സ്റ്റ്. നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകണം തോന്നുന്നു, അല്ലെങ്കിൽ വി മേ നോട്ട് കവർ ടുഡേ. സോ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതാണ്. എന്താണ് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്? World is unreal with no God in control, no cause other than lust, and thus this world is produced of sex desire. ഇതാണ് അവരുടെ ചിന്ത. അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹൂരനീശ്വരം അപരസ്പര സംഭൂതം കിം അന്യത് കാമഹൈതുകം. സോ എല്ലാത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് സെക്ഷൽ പ്ലഷർ ആണ് എന്ന ചിന്താഗതി. സെക്സ് ഇസ് നോട്ട് റോങ്. ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ് ഈ സെക്ഷൽ ഫീലിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇന്ദ്രിയത്തെയും എല്ലാം ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ്. സോ പക്ഷേ ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ എ പ്രോപ്പർ വേ. ഇന്നത്തെ കാലത്ത് അത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. ഇൻ ദ സെൻസ് പലരും പല രീതിയിൽ അതിനെ മിസ്യൂസ് ചെയ്യുകയും, അല്ലെങ്കിൽ തന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എ സെക്സ് വിത്തിൻ മാരീഡ് ലൈഫ് ഈസ് ഓത്തറൈസ്ഡ്. അതുപോലെ തന്നെ അതിനേക്കാൾ ഒന്നുകൂടി കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രോക്രിയേഷന് വേണ്ടി മാത്രമാണ് എങ്കിൽ ദാറ്റ് ദ ബെസ്റ്റ്. സോ പക്ഷെ അറ്റ്ലീസ്റ്റ് മാരീഡ് ലൈഫിന് ഉള്ളിലുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് റോങ്, അറ്റ്ലീസ്റ്റ് തെറ്റല്ല, അതൊരു അപരാധമല്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഔട്ട്സൈഡ് മാരേജ് എന്ന് പറഞ്ഞാൽ തിരിച്ച് അപരാധമാണ്, അതൊരു പാപമാണ്, യാതൊരു സംശയവും. പക്ഷെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന എന്താണ്? കംപ്ലീറ്റ് ഔട്ട്സൈഡ് വേൾഡ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് മാരേജ് ലൈഫും
ഇഷ്ടം പോലെ നടക്കുന്നു. ഇപ്പൊ എല്ലാത്തിനെയും സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സെക്സ് ഡിസയർ ആണ് എന്നൊരു തോന്നലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ആക്ടിവിറ്റീസ് ഓഫ് ഡെമോണിയാക് പീപ്പിൾ ആൻഡ് ദ കോൺസിക്വൻസസ്, അതിനെക്കുറിച്ച് നമുക്ക് 9ാം ശ്ലോകം വായിച്ചിടുവാം. ഏതാം ദൃഷ്ടിം അവിഷ്ട്യ നഷ്ടാത്മാനോ അല്പബുദ്ധയ പ്രഭവന്തു ഉഗ്രകർമ്മണ ക്ഷയായ ജഗദോഹിതാഹ. ഈ നിഗമനങ്ങളെ പിന്തുടരുന്ന സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരുമായ ഈ അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടും ക്രിയകളിൽ ഏർപ്പെടുന്നു. ലോകനാശകരങ്ങളായ കൊടും ക്രിയകളിൽ ഏർപ്പെടുന്നു. ഇങ്ങനെയാണ് ഈ പ്രവൃത്തികളൊക്കെ ഉണ്ടാകുന്നത്. ഇത് കണ്ടോ, WWF എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ. ഇതേക്കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ദേഷ്യപ്പെടുന്നു. ഇത് ദുര്യോധനൻ ചെയ്ത ഓരോ പ്രവൃത്തികളും അതുപോലെ തന്നെയായിരുന്നു. സോ 10ാമത്തെ കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാന അദ്വയാന്യുത മോഹാത് ഗൃഹീത്വാസ ഗ്രാഹാൻ പ്രവർത്തന്തേ ശുചിവ്രതാഹ. അടക്കാനാവാത്ത കാമം പൂണ്ടും ദംഭം, ദുരഭിമാനം എന്നിവയിൽ മുഴുകി വ്യാമോഹിതരുമായ അസുര സ്വഭാവികൾ ക്ഷണികമായതിനാൽ ആകൃഷ്ടരായി എന്നും വൃത്തിഹീനമായി കർമ്മങ്ങൾ ചെയ്തു വരുന്നു. ചിന്താമപരിമേയാം ച പ്രളയാന്താം ഉപാശ്രിതാഹ കാമോപഭോഗ പരമാ ഏതാവതിരി നിശ്ചിതാം ആശാപാശതൈർദത്ത കാമക്രോധപരായണാഹ ഈഹന്തേ കാമ ഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ചയാൻ. ഇന്ദ്രിയ സന്ദർപ്പണമാണ് മാനുഷിക സംസ്കാരത്തിന്റെ പ്രധാന ആവശ്യമെന്ന് അവർ കരുതുന്നു. അക്കാരണത്താൽ ജീവിതാവസാനം വരെയും അളവറ്റ വ്യാകുലതയോടെ കഴിഞ്ഞുകൂടേണ്ടതായും വരുന്നു. അനേകായിരം ആഗ്രഹങ്ങളുടെ വലക്കെട്ടിൽ അകപ്പെട്ട് കാമക്രോധങ്ങൾക്ക് അതീതനായി സുഖഭോഗങ്ങൾക്കായി അന്യായമായിട്ടെങ്കിലും അവർ ധനം സമ്പാദിക്കുന്നു. സോ ഇവർ പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവര് ഇടപെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇതമദ്യമയാലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതം അസ്തീതമബീമേ ഭവിഷ്യതി പുനർധനം ആസൗ മയാ ഹതശത്രുർ ഹനിഷ്യേ ചാപരാനപി ഈശ്വരോഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഠ്യോഭി ജനവാനസ്മി കോന്യോ അസ്തി സദൃശോ മയാ യക്ഷ്യേ ദാസ്യാമി മോദിഷ്യ ഇത്യജ്ഞാന വിമോഹിതാഹ. സോ എന്താണ് ഇവിടെ കാണുന്നത്? ആസുരിക സ്വഭാവി ഇങ്ങനെ വിചാരിച്ചും, ഇന്നെനിക്ക് ഇത്രയേറെ ധനമുണ്ട്, എന്റെ പദ്ധതികൾ അനുസരിച്ച് ഞാൻ ഇനിയും ധനമാർജിക്കും, ഇത്രയേറെ ധനം എനിക്കിപ്പോഴുണ്ട്, അത് ഭാവിയിൽ കൂടിക്കൂടി വരികയും ചെയ്യും. സോ ഇതം അദ്യാമയാലോഭം ഇമം പ്രാപ്സ്യേ മനോഹരം. ഇന്നെനിക്ക് 10 ലക്ഷമുണ്ട്, നാളെ എനിക്ക് 20 ലക്ഷമാകണം, മറ്റന്നാൾ അത് 1 കോടിയാകണം. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്റെ ശത്രുവാണ്, ഞാൻ അയാളെ കൊന്നു, ഇനിയുള്ള ശത്രുക്കളെയും ഞാൻ കൊല്ലും. ഞാൻ എല്ലാറ്റിന്റെയും ഉടമയാണ്, ഞാൻ സുഖിയാണ്, എല്ലാം തികഞ്ഞവനും ബലവാനും സന്തുഷ്ടനും സമ്പന്നനുമാണ്. കുലീനരായ ബന്ധുക്കൾ ഉണ്ടെനിക്ക്, എന്നോളം ശക്തിമാനും സന്തോഷവാനുമായി ആരുണ്ട്? ഞാൻ യാഗങ്ങൾ അനുഷ്ഠിക്കും, ദാനം ചെയ്യും, സന്തോഷിക്കും എന്നെല്ലാം ഓർത്ത് അവർ അജ്ഞാനത്താൽ മോഹിതരാകുന്നു. ഇങ്ങനെയാണ് ആക്ടിവിറ്റീസ് ഓഫ് ഡെമോണിയാക് പീപ്പിൾ ആൻഡ് കോൺസിക്വൻസസ്. എന്താണ് സംഭവിക്കുന്നത്? ഡെസ്റ്റിനേഷൻസ് ഓഫ് ഡെമോണിയാക് പീപ്പിൾ. എന്താണ് അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്? നത്തിങ് ബട്ട് ഹെൽ, നരകം. ഇവിടെ നമ്മൾ കാണുന്നുണ്ടോ എവിടെയാണ് ചെന്ന് പെടുന്നത്? അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഹ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ചൗ. ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിന്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായി അവർ നരകത്തിൽ വീഴുന്നു. ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ
അതിന്റെ അവസാനം എന്തായിത്തീരുന്നു? ഇതിലേക്ക് വന്ന് നിപതിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പതന്തി നരകേ ശുചൗ അശുചൗ. സോ ഇത് അതിന്റെ സമ്മറിയാണ്. സോ 17ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റീസ് ഓഫ് ഡെമോണിയാക് പീപ്പിൾ ആൻഡ് കോൺസിക്വൻസ് കണ്ടിന്യൂ ചെയ്യാണ്. ആത്മസംഭാവിത സ്തബ്ധ ധനമാനം അദാന്വിത യജന്തേ നാമ യജ്ഞൈസ്തേ ദംഭേനാവിധിപൂർവകം. നിഷേധികളും സ്വയം സംതൃപ്തരുമായി സമ്പത്ത്, ദുരഭിമാനം ഇവകളാൽ വ്യാമോഹിതരായി അഹങ്കാരത്തോടെ അവർ ചിലപ്പോൾ വൈദിക വിധികൾ അനുസരിക്കാതെ തന്നെ പേരിന് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും നമ്മളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. നമ്മൾ ഇതിലെ ഏതൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോ ഒരുപക്ഷെ നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പീക്കിലാവത്തില്ല. അതിൽ പറയുകയാണെങ്കിൽ നിഷേധികളും സ്വയം സംതൃപ്തരുമായി. നമ്മൾ നിഷേധികളാണോ? ഒരു വിധത്തിൽ അതെ, എങ്കിലും സമ്പത്ത്, ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി. തീർച്ചയായിട്ടും നമുക്ക് ചെറിയൊരു ദുരഭിമാനമൊക്കെ ഉണ്ട്, ഇല്ലെന്നില്ല. അഹങ്കാരത്തോടെ തീർച്ചയായിട്ടും അത് നല്ലോണം ഉണ്ട്. അവർ ചിലപ്പോൾ വൈദിക വിധികൾ അനുസരിക്കാതെ തന്നെ, ചിലപ്പോൾ ചില വിധികളൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. വൈദിക വിധികൾ അനുസരിക്കാതെ തന്നെ പേരിന് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. യെസ്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇത് എന്താ പറയാ, 16 സംസ്കാരങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടേതായ രീതിക്ക് അനുസരിച്ച്, ചില നാട്ടു നടപ്പനുസരിച്ചൊക്കെ ചെയ്യും. അതായത് രസം എന്താണ്, നമ്മുടെ ഈ നാട്ടിലൊക്കെ, ഞങ്ങളുടെ സ്ഥലത്തൊക്കെ, എനിക്കറിയില്ല ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പേരിടീലിന് കുട്ടികളുടെ പേരിടുന്ന സമയത്ത് പ്ലാവിലൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് നോക്കുക. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ? അതൊന്നും ശാസ്ത്രത്തിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ചില കാര്യങ്ങൾ അപ്പൊ നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. ഫർദർ റിസൾട്ട്സ് ഓഫ് ഡെമോണിയാക് ആക്ടിവിറ്റീസ്: അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം ച സംശ്രിതാഃ മാമാത്മപ അപരദേഹേഷു പ്രദ്വിഷന്തോഭിസൂയക. അസുരന്മാർ മിഥ്യാഹങ്കാരം, ബലം, ഗർവം, കാമം, ക്രോധം ഇവയാൽ സംഭ്രാന്തരായി തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുഴികൊള്ളുന്ന പരമദിവ്യോത്തമ പുരുഷനോട് ഈർഷ്യാലുക്കളായി തീർന്ന് ശരിയായ ധർമ്മത്തെ പഴിക്കുന്നു. നമുക്കത് ഇന്ന് നമ്മുടെ ലോകത്തിൽ, നമ്മുടെ ചുറ്റും നമുക്ക് ഇതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? സോ 19ഉം 20ഉം എന്ന് പറയുന്നത് നമ്മൾ ഇനിയും എന്താണ് നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്തതിലാണ് വരുന്നത്. താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യ ജസ്രമനു അശുഭാൻ ആസുരീഷ്വേഹു യോനിഷു. ഈർഷ്വാലുക്കളും ദുർബുദ്ധികളുമായ ഈ മനുഷ്യാധമന്മാരെ ഭൗതിക ജീവിത സാഗരത്തിലെ ആസുര യോനികളിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഭഗവാൻ വീണ്ടും വീണ്ടും അവർക്ക് അതേ ആസുരിക സ്വഭാവത്തിൽ തന്നെ ഉള്ള കുലത്തിൽ, അല്ലെങ്കിൽ അതേ ശരീരത്തിൽ ജനിക്കാനുള്ള അവസരം ഭഗവാൻ തന്നെ അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ആസുരീം യോനിം ആപന്ന മൂഢാ ജന്മനി ജന്മനി മാമപ്രാപൈ ആപ്യൈവ കൗന്ദേയ തതോ യാന്ത്യ അധമാം ഗതിം. ഹേ കുന്തിപുത്ര, ആസുര ജീവഗണങ്ങളിൽ അനേകം തവണ ജന്മമെടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും എന്റെ അടുത്തെത്തുകയില്ല. ക്രമേണ അധികം നീചങ്ങളായ തലത്തിലേക്ക് താഴ്ത്തപ്പെടുന്നു. സോ ബി വെരി വെരി കെയർഫുൾ. നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ ആസുരിക സ്വഭാവത്തിൽ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ആസുരിക സ്വഭാവത്തിൽ വീണ്ടും ജനിക്കാൻ ഇടയാകുന്നു. അങ്ങനെ ആസുരിക സ്വഭാവത്തിൽ ജനിക്കാൻ ഇടയാകുമ്പോൾ നമ്മൾ ഭഗവാനിൽ നിന്ന് ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. So now last, we are getting free from demoniac qualities. 21 to 24. ഇതാണ് 3 gates to hell. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭസ് തസ്മാദേതത്രയം ത്യജേത്. ഈ 3 കാര്യങ്ങൾ ത്യജിക്കുക. കാമ, ക്രോധ തഥാ ലോഭസ്. കാമവും ക്രോധവും ലോഭവും, ഇത് 3മാണ്
നരകത്തിന് കവാടങ്ങൾ 3 ഉണ്ട്: കാമം, ക്രോധം, ലോഭം. ബുദ്ധിയുള്ള എല്ലാവരും ഇവയെ ഉപേക്ഷിക്കണം, കാരണം അവ ആത്മാവിന്റെ അധപ്പതനത്തിലേക്ക് വഴിതെളിക്കും. ആത്മാവിന്റെ അധപ്പതനത്തിലേക്ക് വഴിതെളിക്കും. സോ 22 എന്താ പറയുന്നത്? ഏതൈർവിമുക്ത കൗന്ദേയ തമോദ്വാരൈസ്ത്രിഭിർനരഃ ആചരത്യാത്മനഃ ശ്രേയസ് തതോ യാതി പരാം ഗതിം. കുന്തിപുത്ര, ഈ 3 നരകദ്വാരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചവർ ആത്മസാക്ഷാത്കാരത്തിനുതകുന്ന കർമ്മങ്ങൾ ചെയ്ത് ക്രമേണ പരമപദത്തിലെത്തും. So one who has escaped these 3 gates performs acts conducive to self-realization and gradually attains the supreme destination. നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്ലൈഡില്, ആ ഒരു ഫോട്ടോയിൽ നമ്മൾ കണ്ടായിരുന്നു, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി പോകുന്ന ആ ഭാഗത്ത് എഴുതിയ ഇതേ ശ്ലോകമാണ്. വൺ ഹു ഹാസ് എസ്കേപ്ഡ് ദീസ് 3 ഗേറ്റ്സ്. ഏതാണ്? കാമ, ക്രോധസ് തഥാ ലോഭസ്. അങ്ങനെയുള്ളവൻ, one cannot escape from the 3 gates to hell without practice of one's own dharma as prescribed by the scriptures. Krishna will now describe the importance of acting according to the scriptural injunctions. ഇതാണ് ശാസ്ത്രത്തിൽ പറയുന്ന അനുസരിച്ച് ഈ 3 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തരണം ചെയ്ത്, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നമുക്ക് വരാൻ സാധിച്ചാൽ, നമ്മളുടെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അതിൽ നിന്ന് കൂടി ഭഗവാനിലേക്ക് വെച്ച് ഭഗവത് ധാമിലേക്ക്, അല്ലെങ്കിൽ യഥാർത്ഥ നമ്മുടെ ധാമിലേക്ക് നമുക്ക് പോകാനുള്ള ശ്രമം പോലും നടത്താൻ സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. സോ നൗ ഇത് നമുക്ക് നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്ലൈഡ്. അത് വീണ്ടും ഒന്നുകൂടെ കാണിച്ചിരിക്കുകയാണ്. സോ വി ക്യാൻ ഗോ ഡയറക്ട്ലി. അതിനാണ് വി നീഡ് എ ഗുരു ഹിയർ. അക്സെപ്റ്റൻസ് ഓഫ് ഗുരു. അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ വിൽ സ്റ്റഡി വേദാസ്. നമ്മൾ തപശ്ചര്യ അനുഷ്ഠിക്കും, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, നമുക്ക് ആധ്യാത്മിക ജ്ഞാനം നമുക്ക് ലഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സോ റിസൾട്ട് ഓഫ് ഡിസ്റിഗാർഡിങ് സ്ക്രിപ്റ്റേഴ്സ്. വേദശാസ്ത്രങ്ങളെ നമ്മൾ ത്യജിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരതഃ നദ സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാം ഗതിം. ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയിലോ പരമലക്ഷ്യപ്രാപ്തിക്കോ സുഖം പോലും നേടാനാവില്ല. ഇത് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ട ഒരു എക്സ്പ്ലനേഷൻ ആണ്. ശാസ്ത്രങ്ങളെ നമ്മൾ ത്യജിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സുഖവും അല്ലെങ്കിൽ പരമഗതിയോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് നേടാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന്. എന്നാൽ ശാസ്ത്രങ്ങളെ അനുശാസിച്ചാലോ? തസ്മാശാസ്ത്രം പ്രമാണം തേ കാര്യവ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും ഇഹാർഹസി. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കും. ഈ നിയമനിബന്ധനകൾ അറിഞ്ഞ ശേഷം മാത്രം പ്രവർത്തിക്കുക. തന്മൂലം ക്രമേണ ഉന്നതി പ്രാപിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഇതേ പോയിന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. നമുക്ക് ശാസ്ത്രങ്ങളിൽ കൂടി നേടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ. അതാണ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന അറിവ് നമുക്ക് നേടുന്നു. ഇപ്പൊ ഈ ഒരു അധ്യായത്തിൽ കൂടി നമ്മൾ കടന്നുപോയ ആ ഭാഗങ്ങൾ തീർച്ചയായിട്ടും മിക്കവാറും നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഭഗവത്ഗീത യഥാരൂപമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായിട്ട് ഇതൊന്നുകൂടി വായിക്കുക. കാരണം നമുക്ക് ഈ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഇതിനെ മുഴുവൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ യഥാർത്ഥത്തിൽ അത് ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ഒന്നുകൂടി ഗ്രിപ്പ് കിട്ടും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഏത് കാര്യമാണ് ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റായിട്ടുള്ളത് എന്തുണ്ട്, ശരിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, ശരിയായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, അപ്പൊ നമുക്ക് കൂടുതൽ ശരികളിലേക്ക് പോകാം, തെറ്റുകളെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഈ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ് നമുക്ക് വേദശാസ്ത്രങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നത്.
ഇപ്പൊ ഈ വേദശാസ്ത്രം അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഭഗവത്ഗീത നമ്മൾ ഈ പഠിക്കുന്നതിന് മുൻപ് നമുക്കിതിൽ പലതും ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ ഇത് പഠിച്ചതിന് ശേഷമാണ് യെസ് ഇത് പാടില്ല എന്ന അറിവ് എനിക്ക് നേടിയത്. ആ അറിവ് നേടാൻ സാധിക്കുന്നത് ഗ്രന്ഥങ്ങളുടെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുടെ സഹായം കൊണ്ടാണ്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ ഗുരുവിനെ ശരണം പ്രാപിക്കാൻ നമ്മൾ വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അത് സാധ്യമാവുകയുള്ളൂ. സോ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ, ശരിയെന്ത് തെറ്റെന്ത്, നമ്മൾ ചെയ്യുന്ന നല്ലതേത്, നമ്മൾ ചെയ്യുന്ന തെറ്റേത്, ഇത് മനസ്സിലാക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് എ കോൾഡ് കോമൺ പെർസെപ്ഷൻ. അല്ലെങ്കിൽ നമുക്കൊരു യഥാർത്ഥ ഒരു എന്താ പറയുക നിഷ്പക്ഷ ചിന്താഗതി നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതുണ്ടാകണമെങ്കിൽ ശാസ്ത്ര ചക്ഷുസിൽ കൂടി നമ്മൾ നോക്കണം. അതിന് നമ്മളെ ശാസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. സോ ടുഡേസ് അവർ ലെസൺസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. ഡിവൈൻ ഓർ ഡെമോണിയ, ദൈവിക ഗുണങ്ങളെക്കുറിച്ചും ആശ്രിക ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യുണ്ടായി. ഒപ്പീനിയൻസ് ആൻഡ് ഔട്ട്ലുക്സ് ഓഫ് ഡെമൺസ്, എന്താണ് ഒരു ആസുരിക സ്വഭാവമുള്ള ആൾക്കാരുടെ ഭാവന, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെ, അവരുടെ അപ്പിയറൻസ് എങ്ങനെ, അവരെങ്ങനെയാണ് കാണപ്പെടുന്നത്, അവരുടെ പ്രവൃത്തികൾ എന്തെല്ലാം, ഇതെല്ലാം നമ്മൾ 7 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. 21 മുതൽ 24 വരെ നമ്മൾ എങ്ങനെ ഇതിനെ മറികടക്കാം, ശാസ്ത്രത്തിനെ പഠിച്ചുകൊണ്ട്, ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ശാസ്ത്രങ്ങളിൽ കൂടി നമുക്ക് പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ കിട്ടുകയും ഈ ഡിയും ഓയും എന്ന് പറയുന്ന കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നല്ലതും ചീത്തയും ഏത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് നമ്മൾ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നുണ്ട്. അതാണ് സ്പിരിച്വൽ നോളജ് എന്ന ഭാഗത്തിലേക്ക് നമ്മൾ ആദ്യം എത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. സോ താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സ്വദേവാസുര ഭാവങ്ങൾ എന്ന ഈ ഒരു അധ്യായം നമ്മളിവിടെ സമാപിക്കുകയാണ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വിക്ലി, വി ഹാവ് 3-4 minutes ടു ഗോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ടുമോറോ we are on the second last day of our course, 17th chapter, the division of faith എന്നുള്ള ഭാവത്തിനെ എന്നുള്ള ശ്ലോകം എന്നുള്ള അധ്യായമാണ് നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞട്ടെ. നെറ്റിന്റെ പ്രോബ്ലം. മാതാജി കേട്ടില്ല. മാതാജി ഒന്നുകൂടെ പറഞ്ഞട്ടെ. ഹരേ കൃഷ്ണ. മാതാജി എന്താ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഐ എം നോട്ട് ഏബിൾ ടു ഹിയർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഹരേ കൃഷ്ണ. ഇന്ന് എല്ലാവരും മ്യൂട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു. ആർക്കും ചോദ്യമില്ല. ഹരേ കൃഷ്ണ പ്രഭു. സിനി മാതാജി പറഞ്ഞു. പ്രഭു സിനിയാണ്. പ്രഭു, നമ്മള് ഈ കലിയുഗത്തിലെ നമ്മൾ യജ്ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പം ഇപ്പൊ ഇവിടെ നാട്ടിൻ പുറത്ത് നാട്ടിലൊക്കെ 1-2 വട്ടം കണ്ടിട്ടുണ്ട് യജ്ഞങ്ങൾ നടത്തിയിട്ട് മഴ പെയ്യിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. അപ്പം അവിടെ 3 ദിവസം 5 ദിവസം ആ യജ്ഞം കഴിയുന്ന ദിവസം മഴ പെയ്യും അങ്ങനെ. അപ്പം നമ്മളും പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഡൗട്ട്, നമ്മൾ ഈ കലിയുഗത്തിൽ നമ്മുടെ മന്ത്രങ്ങൾക്കും ബ്രാഹ്മണർക്കാണെങ്കിലും ശുദ്ധി കുറവാണ്, മന്ത്രങ്ങൾക്കാണെങ്കിലും നമ്മൾ പണ്ട് സന്യാസിമാര് ചെയ്ത അത്രയും ഫലമൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കലിയുഗത്തിൽ നമ്മൾ ഇങ്ങനെ യജ്ഞം ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ? അതായത് അതിന്റെ അത്രയും ഫലം നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ ലാസ്റ്റ് ദിവസം ഈ മഴ പെയ്യുന്നുണ്ട്. 3 ദിവസം 4 ദിവസം കഴിഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഈ മഴ പെയ്യുന്നത്. അവരതിനാണ് ചെയ്യുന്നതും റിസൾട്ട് ആയിട്ടാണ് മഴയും പെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ഫലം ഉണ്ടായിട്ടാണോ? ഇപ്പൊ ദേവന്മാര് അവര് പ്രസന്ന ആവുമ്പോഴാണല്ലോ നമുക്ക് ഗോവർദ്ധൻ പൂജയുടെയും കഥകളൊക്കെ നമുക്ക് അങ്ങനെയാണല്ലോ അറിയാം. അപ്പോഴാണല്ലോ മഴ പെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ നടത്തുന്നതിന് വല്ല കാര്യമുണ്ടോ? തീർച്ചയായിട്ടും മാതാജി. അതായത് യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട്. ഡെഫിനറ്റ്ലി ഒറിജിനൽ യജ്ഞം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനുള്ള യജ്ഞപുരുഷൻ എന്ന് പറയുന്നത് തന്നെ ഭഗവാൻ വിഷ്ണു ആണ് എന്നാണ് നമ്മുടെ ശാസ്ത്രം വിവരിക്കുന്നത്. സോ
ഇപ്പൊ നമ്മള് കഴിഞ്ഞ അധ്യായങ്ങൾ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ദേവീ ദേവന്മാരെ പൂജിക്കുന്നത് ഇൻഡയറക്ട്ലി എന്നെ തന്നെയാണ് പൂജിക്കുന്നത്, അതിനുള്ള ഫലം നൽകുന്നത് ഞാൻ തന്നെയാണ്, അതിനുള്ള വിശ്വാസവും ഞാൻ അവരിൽ വളർത്തുന്നു. എന്നാൽ അത് അവിധിപൂർവകമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അതിനൊരിക്കലും റിസൾട്ട് കിട്ടത്തില്ല എന്ന് ഭഗവാൻ പറയുന്നില്ല. ഡെഫിനറ്റ്ലി ദാറ്റ് ഗെറ്റ്സ് റിസൾട്ട് അതിന് കിട്ടും. മതി പറഞ്ഞത് ഒരു വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു യഥാർത്ഥ ബ്രാഹ്മണനോ അത് തീർച്ചയായിട്ടും ഈ ഒരു യുഗത്തിന്റെ പ്രിസ്ക്രൈബ്ഡ് ധർമ്മമല്ല ഈ ഒരു എന്താ പറയാ യജ്ഞം എന്ന് പറയുന്നത്. എങ്കിലും തീർച്ചയായിട്ടും അത് ചെയ്യുമ്പോൾ അതിന്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ആ ദേവീ ദേവന്മാർ അതിൽ സംപ്രീതരാകുന്നുണ്ട്. കാരണം അവരെല്ലാവരും ദേവീ ദേവന്മാർ എന്ന് പറയുന്നത് പോലും അവരും ഈ പറഞ്ഞ താൽക്കാലികമായ ചില ഗ്ലോറിഫിക്കേഷനിൽ സന്തുഷ്ടരാകുന്നവരാണ്. അവരും ഭഗവാൻ അവരെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അവരും സന്തുഷ്ടരാകുമ്പോൾ അവർ തീർച്ചയായിട്ടും അവർ ആ രീതിയിലുള്ള മഴകൾ പെയ്യിക്കുന്നതാണ്. അതിനുള്ള ഡെഫിനറ്റ്ലി പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് മാത്രമല്ല അത് ശാസ്ത്രങ്ങളിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെയാണ്. കാരണം അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈവൻ ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഗോവർദ്ധന ലീല എന്ന് പറയുന്ന പൂജ നടക്കാൻ കാരണം അന്ന് ഇന്ദ്രദേവനെ പ്രീതിപ്പെടുത്തുന്ന പൂജ നടന്നിരുന്നു എന്നുള്ളത് സത്യമില്ലേ? സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് അലൗഡ്, അതിന് സംശയമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥ രീതിയിൽ ഒരു ഭഗവത് ഭക്തൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ദേവീ ദേവതമാരും സംപ്രീതരാവുകയും അവര് ചെയ്യാനുള്ള കർത്തവ്യം അവർ ചെയ്യുകയും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും ദിസ് ഇസ് ഓൾസോ റെക്കമെൻഡഡ് ഇൻ ദ ശാസ്ത്രാസ്. വേദശാസ്ത്രങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ കലിയുഗത്തില് ഇപ്പോഴും അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ കഴിവുള്ള അത്രയും ഉള്ള ആൾക്കാരുണ്ട് എന്നാണ് അല്ലേ അർത്ഥം പ്രഭു? മാതാജി, വേദശാസ്ത്രങ്ങളുടെ മന്ത്രങ്ങൾ പ്രോപ്പറായിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കും. മേ ബി ഇറ്റ്സ് നോട്ട് 100% പെർഫെക്റ്റ് ആകണമെന്നില്ല, അവർ 100% പെർഫെക്റ്റ് ആകണമെന്നില്ല. പക്ഷെ അത് പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് പോസിബിൾ. എന്തുകൊണ്ട് സാധിക്കത്തില്ല? ഓക്കെ, ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഇപ്പൊ കേൾക്കാം. ഡെസേർട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത് യജ്ഞഭൂമി അല്ലാത്തതുകൊണ്ട് ഡെസേർട്ടുകളായിട്ട് മാറിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ യജ്ഞങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ കറക്റ്റ് മാതാജി പറഞ്ഞ ഒരു പോയിന്റ് ആണ്. അതിന് വേറൊരു കഥയുണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ മാതാജി. അത് ഞാൻ മേ ബി മറ്റൊരു സമയത്ത് പറയാം. പക്ഷെ എങ്കിലും ഒരു പെട്ടെന്ന് സംക്ഷിപ്തമായിട്ട് പറയുകയാണ്. ഇന്ദ്രൻ ഒരു പ്രാവശ്യം ഒരു യജ്ഞം ചെയ്യാൻ, അതായത് ഇന്ദ്രന് ദേവാസുര യുദ്ധത്തിൽ തോൽക്കാനിടയാവുകയും ആ തോൽവി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ജയം ഉണ്ടാകണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു യജ്ഞം ചെയ്യും. യജ്ഞം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ഒരാള് ബ്രാഹ്മണനാണ്. ആ ബ്രാഹ്മണനായിട്ട് ഒരു ബ്രാഹ്മണനെ അപ്പോയിന്റ് ചെയ്യും. ആ ബ്രാഹ്മണൻ പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛനോ അമ്മയോ ഒരാൾ അസുരനാണ്, മറ്റേ ആള് ബ്രാഹ്മണനുമാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ബ്രാഹ്മണ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് ഹോമം ചെയ്യാനുള്ള ഇത് കിട്ടുന്നത്. പക്ഷെ അദ്ദേഹം ഇത് ചെയ്യുന്ന സമയത്ത് മാതാജി യഥാർത്ഥ ഹോമം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു യഥാർത്ഥ ഹോമം കാണുമ്പോൾ അതിൽ പറയുന്നുണ്ട്, ഇപ്പൊ സപ്പോസ് ഒരു പ്രധാനപ്പെട്ട ഭാഗം ചെയ്യുകയാണ്. ഇപ്പൊ നാളെ രാവിലെ ഞാൻ ഹോമം ചെയ്യാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ചെയ്യുന്നൊരു കാര്യമാണ്, ഓം ഭുർ സ്വാഹ ഇദം വിഷ്ണവേ ഇദം നമഃ, ഓം ഭുവ സ്വാഹ ഇദം നാരായണായ ഇദം നമഃ, ഓം സ്വസ്വാഹ ഇദം അച്യുതായ ഇദം നമഃ, ഓം ഭൂർഭുവ സ്വസ്വാഹ ഇദം അനന്തായ ഇദം നമഃ. ഇങ്ങനെ പറയുന്നു. അപ്പം ഓരോന്നും അർപ്പിക്കുമ്പോൾ ഇദം ആ മൂർത്തിയെ വിളിച്ചിട്ട് ഇദം ന മമഃ എന്ന് പറയും. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, അത് ആ ആൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് യഥാർത്ഥത്തിൽ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ചെയ്യുന്ന എന്താണ്, ഇദ്ദേഹം പറയുമ്പോൾ ഇത് അസുരന്മാർക്ക് വേണ്ടിയിട്ടാണ്, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സോ ദേവന്മാരുടെ ഫലത്തിന് വേണ്ടി പകരം ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇത് അസുരന്മാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം മനസ്സിൽ വളരെ ലോ വോളിയത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ദ്രൻ ശ്രദ്ധിക്കാനിടയായി. ഇന്ദ്രൻ അത് ശ്രദ്ധിച്ച ഉടൻ തന്നെ ഇന്ദ്രൻ ആ ബ്രാഹ്മണന്റെ കഴുത്ത് വെട്ടി അദ്ദേഹം കൊല്ലുകയാണ് ചെയ്യുന്നത്.
ബ്രാഹ്മണനെ കൊന്നു. അപ്പൊ ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രദേവന് പറ്റുന്നുണ്ട്. ഇപ്പൊ ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രന് സംഭവിക്കുമ്പോൾ ആ ബ്രഹ്മഹത്യാ പാപം എടുക്കുന്നതിന് വേണ്ടി ഇന്ദ്രൻ 4 പേരെയാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. 4 പേരോടാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. 1 നദി, 2 ഭൂമിദേവി, 3 സ്ത്രീകള്, 4 മരങ്ങള്. ഈ 4 പേര് ആ ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാ ഷെയർ ചെയ്യുന്നത്? ഭൂമിദേവിയുടെ ആ പാപം കൊണ്ടാണ് മരുഭൂമി ഉദ്ഭവിച്ചത്. ഒന്നും വളരാത്ത സ്ഥലമായി ഭൂമിയിലെ ചില ഭാഗങ്ങൾ മാറുന്നത് ആ ബ്രഹ്മഹത്യാ പാപത്തിന്റെ ഷെയർ ഏറ്റെടുത്തുകൊണ്ടാണ്. ഇതാണ് മാതാജി പറഞ്ഞ ഭാഗം ഞാൻ പറയാൻ വന്നത്. സ്ത്രീകൾ എടുത്ത ആ പാപത്തിന്റെ ഷെയർ ആണത്രേ സ്ത്രീകൾക്ക് കിട്ടുന്ന മെൻസ്ട്രേഷൻ പീരീഡ്. മാസം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മെൻസ്ട്രേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇന്ദ്രദേവന് ലഭിച്ച ബ്രഹ്മഹത്യാ പാപത്തിന്റെ ഷെയർ എടുത്തത് കൊണ്ടാണ്. മരം എടുത്തത് കൊണ്ടാണ് മരത്തില് കറയുണ്ടായത്. മരത്തിന്റെ കറ എന്ന് പറയുന്നത് ആ ബ്രഹ്മഹത്യാ പാപത്തിന്റെ ഷെയർ ആണ്. ജലം എന്ന് പറയുന്നത് ജലത്തിലുണ്ടാകുന്ന പത. ജലത്തില് ചില സമയങ്ങളിൽ ചെളി വെള്ളം അല്ലെങ്കിൽ അങ്ങനെയുള്ള അതുപോലെ ചില സമയങ്ങളിൽ ജലത്തിൽ പതയുണ്ടാകുന്നു. പൂജാതി കാര്യങ്ങൾക്ക് അങ്ങനെ പതയുള്ള ജലം ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിബന്ധനയുണ്ട്. ആ പത എന്ന് പറയുന്നത് ഇത് ഇന്ദ്രദേവന്റെ ബ്രഹ്മഹത്യാ പാപത്തിന്റെ ഷെയർ എടുത്തതുകൊണ്ടാണ്. അപ്പൊ അതാണ് ഭൂമിദേവി ആ ഷെയർ ഏറ്റെടുത്തുകൊണ്ടാണ് ഭൂമിദേവിയില് മരുഭൂമി ഉണ്ടായത് എന്ന് ശാസ്ത്രം വർണ്ണിക്കുന്നതാണ്. ക്ലിയർ ആണോ മാതാജി? ഉഷാറാണി മാതാജി, കേട്ടോ? ക്ലിയർ ആയിരുന്നോ? മാതാജി അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല തോന്നുന്നു. ഓക്കെ, ഫൈൻ, താങ്ക് യു സോ മച്ച്. നമ്മുടെ സമയം ഒന്ന് കുറച്ച് അതിക്രമിച്ചു, ക്ഷമിക്കുക. 5 മിനിറ്റ് നമ്മൾ കൂടുതൽ എടുത്തു. ഞാൻ എല്ലാവരോടും വിനീതമായിട്ട് ക്ഷമയാചിക്കുകയാണ്. ഹരേ കൃഷ്ണ. എല്ലാവരും വന്ന് ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം. നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു സോ മച്ച്. ഹരേ